KTU question paper discussion ആണ്. Measurements and Instrumentation EET203 ന്റെ question paper discussion ആണ് ചെയ്യുന്നത്. EET203 3 hours exam ആണ്. 100 marksലാണ്. Course name Measurements and Instrumentation 2022 ആണ്. 2019 scheme ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എക്സാം പാറ്റേൺ ആണ്. പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ടാവും. പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ. 5 മൊഡ്യൂളുണ്ട്. 2 ക്വസ്റ്റ്യൻ ഓരോ മൊഡ്യൂളിൽ നിന്നും 3 മാർക്കിൻ്റെ ആണ്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക്. അതെല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. ഓൾ ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് മൊഡ്യൂൾ. അതിന് 14 മാർക്സ് ആണ്. സബ് ഡിവിഷനായിട്ട് 14 മാർക്സ് ആയിരിക്കും. ഈ 2 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്താൽ മതി പാർട്ട് ബിയിൽ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സാം പാറ്റേൺ. 100 മാർക്സിനാണ്. 3 hours ആണ്. ഓക്കെ, ഇതാണ് മൊഡ്യൂൾ 1 സിലബസ്. മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ്സ്, ഇറേഴ്സ്, കാലിബ്രേഷൻ, ഇൻസ്ട്രുമെൻസിൻ്റെ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, അങ്ങനത്തെ ടോക്സ് എല്ലാം. പിന്നെ അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, മൂവിങ് കോയിൽ, PMMC, മൂവിങ് അയൺ, അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്, ഓപ്പറേഷൻ, ഷണ്ട് മൾട്ടിപ്ലയർ, എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ 1 വരുന്നത്. നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഓക്കെ, പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ ദ ഫോളോയിങ് ടേംസ് ഇൻ മെഷർമെൻറ്റ്: അക്യുറസി, പ്രിസിഷൻ ആൻഡ് റെസൊല്യൂഷൻ. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓരോന്നിനും ഓരോ മാർക്കിന് എഴുതിയാൽ മതി. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ 3 മെത്തേഡ്സ് ടു പ്രൊവൈഡ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇൻ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിലെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 3 മെത്തേഡ്സ്. അപ്പോഴും ഓരോ മെത്തേഡ്സിനും ഓരോ മാർക്ക്, അങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പം ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ പറഞ്ഞു പോയാൽ മതി. എന്നാലും ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറേ കേട്ടാലാണ് നിങ്ങൾക്ക് കുറച്ച് കിട്ടുള്ളൂ. അതുകൊണ്ട് അക്യുറസി ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏത് വാല്യൂ ആണോ മെഷർ ചെയ്യുന്നത് അതിനോട് എത്രമാത്രം ക്ലോസ് ആയിട്ട് റീഡിങ് കിട്ടുന്നു അതിനാണ് അക്യുറസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ക്ലോസ്നെസ് വിത്ത് വിച്ച് ആൻ ഇൻസ്ട്രുമെൻറ്റ് റീഡിങ് അപ്രോച്ചസ് ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ബീങ് മെഷർഡ്. ഏത് ക്വാണ്ടിറ്റി ആണോ മെഷർ ചെയ്യുന്നത് ആ ക്വാണ്ടിറ്റിയോട് എന്തുമാത്രം ട്രൂ വാല്യൂയോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ മെഷേർഡ് വാല്യൂ, അതിനെയാണ് അക്യുറസി എന്ന് പറയുന്നത്. അക്യുറസിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ എഴുതേണ്ടി വരില്ലായിരിക്കാം. എഴുതിയാൽ നല്ലതാണ്. ഒരു തിയറി പേപ്പർ ആയതുകൊണ്ട് എഴുതിയാൽ നല്ലതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണോ മനസ്സിലായത് അത് മാത്രം എക്സാമിന് ആഡ് ചെയ്താൽ മതി. മാർക്ക് അനുസരിച്ച്, വേരിയേഷനനുസരിച്ച് ചെയ്യാം. പോയിൻ്റ് അക്യുറസി. എന്താണ് പോയിൻ്റ് അക്യുറസി? ദിസ് ഈസ് ദ അക്യുറസി ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ഓൺലി അറ്റ് 1 point ഓൺ ഇറ്റ് സ്കെയിൽ. സ്കെയിൽ, ഒരു ഇൻസ്ട്രുമെൻ്റ് സ്കെയിൽ എങ്ങനെ 0 to 50 ഇല്ല, 0 to 100 വോൾട്ട്മീറ്റർ ആണെങ്കിൽ അങ്ങനെ, അമ്മീറ്റർ അങ്ങനെ ആയിരിക്കും. അപ്പോൾ മൊത്തത്തിലായിരിക്കില്ല പറയുന്നത്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എൻ്റെ അക്യുറസി എത്രയാണെന്നായിരിക്കും പോയിന്റ് അക്യുറസി പറയുന്നത്. ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദിസ് അക്യുറസി ഡസ് നോട്ട് ഗിവ് എനി ഇൻഫർമേഷൻ അബൌട്ട് ദ അക്യുറസി അറ്റ് അതർ പോയിന്റ്സ് ഓൺ ദ സ്കെയിൽ. ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള അക്യുറസി ആയിരിക്കും ആ ഇൻസ്ട്രുമെൻ്റ് പോയിന്റ് അക്യുറസിയിൽ പറയുന്നത്. അപ്പോൾ അത് മറ്റൊരു പോയിന്റിലെ അക്യുറസി ആയിട്ട് യാതൊരു ബന്ധവും കാണില്ല. അതായത് 5 ആംപിയറിൽ മെഷർ ചെയ്യുമ്പോഴുള്ള അക്യുറസി ആയിരിക്കില്ല ഒരു 10 ആംപിയറിൽ മെഷർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു സ്കെയിലിൽ നിന്ന് അക്യുറസി എങ്ങനെ കണ്ടുപിടിക്കാം? സോ ഇൻ അതർ വേർഡ്സ്, it does not give any information about the general accuracy of the instrument. ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ജനറലായിട്ടുള്ള അക്യുറസിൻ്റെ യാതൊരു ഡീറ്റെയിൽസും ആ പോയിന്റ് അക്യുറസിയിൽ നിന്ന് കിട്ടില്ല. However, the general accuracy may be given drawing up a table that specifies the accuracy at a number of points throughout the range of instrument. ആ ഇൻസ്ട്രുമെൻസിൻ്റെ ഓരോ പോയിന്റിലെയും അക്യുറസി സ്പെസിഫൈ ചെയ്ത് പറയും. 1 ആംപിയറിൽ എങ്ങനെയാണ്, 2 ആംപിയറിൽ, അങ്ങനെ ഓരോ സ്പെസിഫൈ ചെയ്ത് ഒരു ടേബിളായിട്ട് തരുന്നത് തന്നെയാണ് പോയിന്റ് അക്യുറസി എന്ന് പറയുന്നത്. അടുത്തത് അക്യുറസി ആസ് പെർസെൻറ്റേജ് ഓഫ് സ്കെയിൽ റേഞ്ച്. ഒരു സ്കെയിലിൻ്റെ റേഞ്ചിൻ്റെ പേരിൽ പറയും. അതായത് ഇപ്പോൾ 0 to 100 വോൾട്ട് മെഷർ ചെയ്യുന്ന ഒരു വോൾട്ട്മീറ്റർ ആണെങ്കിൽ ആ ഒരു റേഞ്ചിലായിരിക്കാം, 100 വോൾട്ടിൻ്റെ റേഞ്ചിലായിരിക്കാം എന്ത് അക്യുറസി പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്? വെൻ ആൻ ഇൻസ്ട്രുമെൻറ്റ് ഹാസ് യൂണിഫോം സ്കെയിൽ യൂണിഫോം ആണെങ്കിൽ ഇറ്റ്സ് അക്യുറസി മേ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് സ്കെയിൽ ഓഫ് റേഞ്ച്. എങ്ങനെയാണ്?
ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ദ അക്യുറസി ഓഫ് എ തെർമോമീറ്റർ ഹാവിങ് എ റേഞ്ച് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ±0.5%. 0.5% എന്ന് പറഞ്ഞിട്ട് എന്തും കൂടി പറയും? ഓഫ് ഫുൾ സ്കെയിൽ. ഫുൾ സ്കെയിലിൻ്റെ 0.5% ആണ് ആ അക്യുറസി കിട്ടുന്നത്. ദിസ് മീൻസ് ദാറ്റ് ദ അക്യുറസി ഓഫ് ദ തെർമോമീറ്റർ വെൻ റീഡിങ് 500 ഡിഗ്രി സെൽഷ്യസ്, ഈ മീറ്റർ 0 to 500 ഉള്ള ഇത്രയും മെഷർ ചെയ്യുന്ന ഒരു അതാണെങ്കിൽ അപ്പോൾ അതിൻ്റെ അക്യുറസിയുടെ ഇറർ എത്രയായിരിക്കും? ±0.5% ഓഫ് 500 ±2.5 അല്ലേ? ഇതാണ് തരുന്ന റീഡിങ്. This means that the accuracy of the thermometer when the reading is 500 degrees Celsius is ±0.5%, which is negligible. ഈ 2.5 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഒരു ചേഞ്ചേ തരുന്നുള്ളൂ 500 ഡിഗ്രി സെൽഷ്യസ് മെഷർ ചെയ്യുമ്പോൾ. അത് നെഗ്ലിജിബിൾ ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബട്ട് വെൻ ദ റീഡിങ് ഈസ് 25 ഡിഗ്രി സെൽഷ്യസ്, ഇനി 25 ഡിഗ്രി സെൽഷ്യസ് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ അക്യുറസി എങ്ങനെയായിരിക്കും? 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കും അല്ലേ? 25 ഡിഗ്രി സെൽഷ്യസ് മെഷർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? ഇത്രയാണ് ഇറർ. അപ്പോൾ എത്രയാണ് അക്യുറസി വരുന്നത്? 2.5 ഇറർ മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ, അതാണ് ഈ 2.5 ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ ഇൻറ്റു 100. അപ്പോൾ എത്ര വന്നു? 10% അല്ലേ? ±10%. അപ്പോൾ എന്തായി? ദ ഇറർ ഈസ് ഹൈ ആസ് 10%. അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലായത്? ഒരു റേഞ്ച്, ഒരു വോൾട്ട്മീറ്ററോ അമ്മീറ്ററോ തെർമോമീറ്ററോ എന്തും ഇൻസ്ട്രുമെൻ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ഫുൾ സ്കെയിൽ റീഡിങ്ങിലേക്ക് വരുമ്പോഴുള്ള ഇറർ കുറവായിരിക്കും. അതേസമയം അത് സ്റ്റാർട്ടിങ്ങിലേക്ക് വരുമ്പം അതിൻ്റെ ഇറർ കൂടും. അതുകൊണ്ട് നമുക്കിപ്പോൾ 2 ആംപിയർ മെഷർ ചെയ്യണമെങ്കിൽ എപ്പോഴും 2 ആംപിയറിനോട് അടുത്തുള്ള റേഞ്ചിലുള്ള വോൾട്ട്മീറ്ററോ അമ്മീറ്ററോ എന്തും ആയിക്കോട്ടെ ആ ഒരു റേഞ്ചിലുള്ളത് എടുക്കുക. അതേസമയം 500ഓ 200ഓ ഒക്കെയുള്ള ഒരു മീറ്റർ വെച്ചായിരിക്കില്ല നമ്മൾ 10ഉം 5ഉം ഒക്കെ മെഷർ ചെയ്യാൻ എടുക്കുന്നത്. അതിന് ഫുൾ സ്കെയിൽ റേഞ്ച് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എക്സാമിനാണെങ്കിലും ഇതുപോലെ ഒരു എക്സാമ്പിളൊക്കെ എഴുതുന്നത് നല്ലതായിരിക്കും. ഇവിടെ 20% ഓഫ് ദ ഫുൾ സ്കെയിൽ റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ 25 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500ൻ്റെ 20% അല്ലേ? 20% ഓഫ് ഇതെടുക്കുമ്പോഴത്തേക്ക് എത്ര കിട്ടുന്നത്? നേരത്തെ പറഞ്ഞ 10%. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 20% ഓഫ് ഫുൾ സ്കെയിൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഫുൾ സ്കെയിലിലെ 20% എടുക്കുമ്പോഴത്തേക്കും എത്ര കിട്ടും? 25 എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പം ഇത്രയും നിങ്ങൾ ഓർത്ത് എഴുതിയില്ലെങ്കിലും ഈ ഒരു കാര്യം ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ തന്നെ എഴുതണം എന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇക്വേഷൻ ആണെങ്കിലും മതി. ഏതാണ്? ±0.5. ഞാൻ ഒന്നും കൂടി പറയുന്നത് ഇത് തെറ്റാതിരിക്കാൻ വേണ്ടിയാണ്. ±0.5 ഓഫ് ഫുൾ സ്കെയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫുൾ സ്കെയിൽ 500 ആണെങ്കിൽ 0.5% ഓഫ് ഫുൾ സ്കെയിൽ എത്രയാണ്? 500. അപ്പോൾ ഇറർ വന്നിരിക്കുന്നത് ±2.5. ഓക്കെ, 2.5 ആണ് 500 കാണിക്കുമ്പോഴും ഏത് റീഡിങ്ങിലും ആ 2.5 ഇറർ വരും. അപ്പം ഞാനൊരു 25 ആണ് മെഷർ ചെയ്യണമെങ്കിലോ 2.5/25 ഇൻറ്റു 100 വിച്ച് ഇസ് 10%. ഓക്കെ, 10%. അതാണ് ഇവിടെ പറഞ്ഞത്. ആൻഡ് therefore the specification of accuracy in this meaning is highly misleading. ഫുൾ സ്കെയിലിൽ പറയുന്നത് മറ്റ് ചെറിയ റീഡിങ്ങിൽ കൂടുതലായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, accuracy as percentage of true value. ട്രൂ വാല്യൂവിൻ്റെ ബേസിൽ പറയുന്നത് the best way to conceive the idea of accuracy is to specify it in terms of true value of the quantity being measured. അതായത് ട്രൂ വാല്യൂവിൽ അക്യുറസി പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ±0.5% ഓഫ് ട്രൂ വാല്യൂ. കണ്ടോ, നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടെ ഫുൾ സ്കെയിലിനാണ് പറഞ്ഞെങ്കിൽ ഇവിടെ പറയുമ്പോൾ ട്രൂ വാല്യൂ എന്ന് പറയും. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് ദാറ്റ് ആസ് ദ റീഡിംഗ് ഗെറ്റ് സ്മോളർ സോ ഇറർ ഓൾസോ കുറയും. ഇറർ ഇപ്പം 5 ആണെങ്കിൽ 5ൽ ഇത് കുറവാണ്. ട്രൂ വാല്യൂ കൂടുന്നതനുസരിച്ച് ഇററും കൂടും.
ഇതാണ് 3 അക്യുറസിയുടെ പോയിൻറ്റ്സ്. ഇതൊരു മാർക്കിനുള്ളതാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇത്രയും പറയാൻ കാരണം എല്ലാത്തിനെക്കുറിച്ചും ഒരു ഷോർട്ടായിട്ട് എഴുതുന്നത് നല്ലതായിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ. പ്രിസിഷൻ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് റീപ്രൊഡ്യൂസിബിലിറ്റി ഓഫ് ദി മെഷർമെൻറ്റ്. പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ക്വാണ്ടിറ്റി തന്നെ പല തവണ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ റീഡിങ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു ഫിഗർ സ്ഥിരം നമ്മൾ കാണുന്ന ഒരു ഫിഗർ ആഡ് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മളൊരു മെഷർമെൻറ്റ് എടുക്കുന്നത്. ഇതാണ് അക്യുറേറ്റ് വാല്യൂ എന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പം ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് റീഡിങ് എടുക്കുകയാണ്. ആദ്യത്തെ റീഡിങ് ഇവിടെ തന്നെ കിട്ടി, രണ്ടാമത്തെ റീഡിങ് ഇവിടെ കിട്ടി, ഇവിടെ കിട്ടി, ഇങ്ങനെ കിട്ടി. ഇങ്ങനെയാണെങ്കിൽ ഇതെന്താ, ഈ റീഡിംഗ് ആയിരുന്നു കിട്ടേണ്ടത്. അതിൻ്റെ അടുത്ത് വന്നു, ദൂരത്ത് വന്നു, എല്ലാം മാറി മാറി വന്നു. ഇത് ഒരു 10 ആംപിയർ ആണ്. ഇത് 100 ആണെങ്കിൽ ഒരു തവണ 10 കാണിച്ചെങ്കിൽ പിന്നെ 20 കാണിക്കുന്നുണ്ട്, പിന്നെ 50 കാണിക്കുന്നുണ്ട്, പിന്നെ 100 കാണിക്കുന്നുണ്ട്, അങ്ങനെ മാറുകയാണ്. അപ്പോൾ ഇത് അക്യുറേറ്റ് ആണോ? ഇത് അക്യുറേറ്റ് അല്ല. പ്രിസിഷൻ ആണോ? പ്രിസൈസ് ആണോ? പ്രിസൈസും അല്ല. എന്തുകൊണ്ടാണ്? ഒരേ റീഡിങ്ങിൻ്റെ അടുത്ത് ക്ലസ്റ്റർ ചെയ്ത് നമുക്ക് കാണുന്നില്ല, അതുകൊണ്ട് ഇത് പ്രിസൈസും അല്ല. ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യം, സെയിം തന്നെ. ഇതൊരു 10, ഇതൊരു 100. ഞാൻ കണ്ടിന്യൂസ് റീഡിങ് എടുക്കുകയാണ്. എല്ലാ റീഡിങ്ങും ഇവിടെ കാണിക്കുകയാണ്. 80, 85, 90 ആ റേഞ്ചിൽ കാണിക്കുകയാണ്. അപ്പോൾ ഇത് അക്യുറേറ്റ് ആണോ? അല്ല. കാരണം എന്തുകൊണ്ടാണ്? എൻ്റെ ആ മീറ്റർ കാണിക്കേണ്ട റീഡിങ്, എൻ്റെ ആ സർക്യൂട്ടിലുള്ള ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ കാണിക്കുന്നത് 90, 85 അപ്പോൾ ഇതെന്താ? അക്യുറേറ്റ് അല്ല. പക്ഷെ പ്രിസൈസ് ആണോ? അതെ, പ്രിസൈസ് ആണ്. എങ്ങനെയാണ് പ്രിസൈസ് ആയത്? കാണിക്കുന്ന റീഡിങ് പിന്നെയും പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് സെയിം തന്നെയാണ് കാണിക്കുക. സോ ഇത് പ്രിസൈസ് ആണ്. ഇനി ഇതേ റീഡിങ് തന്നെ ഇവിടെ കാണിക്കാതെ ഇവിടെ തന്നെ കാണിക്കുകയാണെങ്കിലോ അത് അക്യുറേറ്റുമാണ്, പ്രിസൈസുമാണ്. അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു ഇൻസ്ട്രുമെൻ്റ് അക്യുറേറ്റ് ആണ് എന്നുള്ളതിൽ നിന്ന് അത് പ്രിസൈസ് ആണെന്നോ ഒന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പം റീപ്രൊഡ്യൂസിബിലിറ്റി ഓഫ് ദ മെഷർമെൻറ്റിനെയാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. കൺസിഡർ ദ മെഷർമെൻറ്റ് ഓഫ് എ നോൺ വോൾട്ടേജ് 100 വോൾട്ട്. 100 വോൾട്ട് ആണ് ആ സർക്യൂട്ടിലുള്ളതെന്ന് നമുക്കറിയാം. വിത്ത് എ മീറ്റർ 5 റീഡിങ്സ് ആർ ടേക്കൺ. ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് നമ്മൾ 5 റീഡിങ്സ് എടുത്തു. ആൻഡ് ഇൻഡിക്കേറ്റഡ് വാല്യൂസ് ആർ ഇതൊക്കെയാണ് 100 വോൾട്ട് റീഡ് ചെയ്തത്. ഫ്രം ദീസ് ദ വാല്യൂസ് ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ ഇൻസ്ട്രുമെൻറ്റ് കനോട്ട് ബി ഡിപ്പെൻഡൻറ്റ് ഓൺ ഫോർ ആൻ അക്യുറസി ബെറ്റർ ദാൻ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? 100 വോൾട്ടിൽ 105 വരെ കാണിച്ചു. അപ്പോൾ എന്തോരം ഇറർ വന്നു? ഒരു 5% ചേഞ്ച് വരുന്നുണ്ട് അല്ലേ? 5 വോൾട്ട് ചേഞ്ച് ഈ കേസിൽ വരുന്നുണ്ട്. വൈൽ ദ പ്രിസിഷൻ, അപ്പോൾ ഇതിനകത്ത് അക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചേഞ്ച് വന്നു. 100 കാണിക്കുന്നത് 105 വരെ കാണിച്ചു, അപ്പോൾ അത്രയും ചേഞ്ച് വന്നു. പക്ഷേ പ്രിസിഷൻ എങ്ങനെയാണ്? ±1%. കാരണം നോക്കൂ, എല്ലാം തമ്മിൽ 1ൻ്റെ ഡിഫറൻസേ ഉള്ളൂ. 3, 4, 5 അല്ലേ? 103. അപ്പോൾ ഒരു 1%ൻ്റെ ചേഞ്ചേ ഉള്ളൂ. സിൻസ് ദ മാക്സിമം ഡീവിയേഷൻ ഫ്രം ദ മീൻ റീഡിങ് ഓഫ് 104 ഈസ് 1 വോൾട്ട്. ഇതിൻ്റെ മീൻ എടുക്കുമ്പം 104, 103ൻ്റെ മീൻ എടുക്കുമ്പോൾ 104 കിട്ടുന്നു. അതിൽ നിന്നുള്ള മാക്സിമം ചേഞ്ച് 105 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ വേരിയേഷൻ വെറും 1 വോൾട്ടാണ്. അതാണ് അക്യുറസിയും പ്രിസിഷനും തമ്മിലുള്ള വ്യത്യാസം. എക്സാമിന് ചോദിക്കുമ്പോൾ ഈ 3 മാർക്കിനൊക്കെയാണ്. നേരത്തെ ഞാൻ വരച്ച ആ ഫിഗർ വരച്ചിരിക്കുക, ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. ആ ഫിഗർ എന്താണെങ്കിലും വരക്കുക. പിന്നെ ഇങ്ങനത്തെ ഒരു എക്സാമ്പിളൊക്കെ ആഡ് ചെയ്തിട്ട് ഇതേ കൂട്ടത്തെ സ്റ്റേറ്റ്മെൻറ്റ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. Thus we find that the instrument can be calibrated so that it could be used to read ±1 volt dependently. This example illustrates that the accuracy can be improved upon but not the precision of the instrument by calibration. Precision നമുക്ക് calibration വഴി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊന്നല്ല. Another point which is evident from the above is that although the readings are close together, they have a small scatter or dispersion and thus have a high degree of precision, but the results are far from accurate. ആ റീഡിങ് കാണിക്കുന്നത് ക്ലോസ് ആയിട്ടുള്ള ആ റേഞ്ചിൽ കാണിക്കുന്നതുകൊണ്ട് അത് പ്രിസൈസ് ആണെങ്കിലും അത് അത്ര അക്യുറേറ്റ് അല്ല. 100 കാണിക്കുന്നത് 105 ആണ് കാണിക്കുന്നത്. ദ പ്രിസിഷൻ ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂഷ്വലി ഡിപ്പെൻഡ് അപ്പോൺ മെനി ഫാക്ടേഴ്സ്. പ്രിസിഷൻ പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് റിക്വയർസ് മെനി സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നിക്സ് ഓഫ് അനാലിസിസ്. അത് സോൾവ് ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാനും
ഒരുപാട് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്സ് ആവശ്യമാണ്. അടുത്തത് റെസൊല്യൂഷൻ ഓർ ഡിസ്ക്രിമിനേഷൻ. ഇഫ് ദ ഇൻപുട്ട് ഈസ് സ്ലോലി ഇൻക്രീസ്ഡ് ഫ്രം സം ആർബിട്രറി നോൺ സീറോ ഇൻപുട്ട് വാല്യൂ, ഒരു നോൺ സീറോ ഇൻപുട്ട് വാല്യൂവിൽ നിന്ന് സ്ലോലി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ അഗെയിൻ ബി ഫൗണ്ട് ദാറ്റ് ദ ഔട്ട്പുട്ട് ഡസ് നോട്ട് ചേഞ്ച് അറ്റ് ഓൾ until a certain increment is exceeded. ഒരു certain ഇൻപുട്ട് ഇൻക്രീസ് ചെയ്താൽ മാത്രമാണ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ദിസ് ഇൻക്രിമെൻറ്റ് ഈസ് കോൾഡ് എ റെസൊല്യൂഷൻ ഓർ ഡിസ്ക്രിമിനേഷൻ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. ദസ് ഇൻക്രിമെൻറ്റ് ഇൻ ഇൻപുട്ട് ദ ക്വാണ്ടിറ്റി ബി മെഷർഡ്. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്വാണ്ടിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. വിച്ച് ക്യാൻ ബി ഡിറ്റക്റ്റഡ് വിത്ത് certainty by an instrument in its resolution or discrimination. So resolution defines the smallest measurable input change. ഇൻപുട്ട് എന്തുമാത്രം സ്മോൾ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ചേഞ്ച് ചെയ്യുന്നത്, ഇൻസ്ട്രുമെൻ്റ് ഡയലിൽ നമുക്ക് വ്യത്യാസം കാണുന്നത്. അതിനെയാണ് ആ സ്മോളസ്റ്റ് മെഷറബിൾ ഇൻപുട്ട് ചേഞ്ചിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് എഴുതേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാത്തിൻ്റെ ഒരു 1 വേർഡ് പോലെ എഴുതിയാൽ പോരാ, കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് എഴുതുന്നതാണ് നല്ലത്. പക്ഷേ ഇത്രയും എഴുതേണ്ട കാര്യമില്ല. പക്ഷേ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞത് അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ചെങ്കിലും കാര്യം മനസ്സിലാക്കി സ്വന്തം വേർഡ്സിൽ എഴുതാൻ പറ്റും. ഓക്കെ. എക്സ്പ്ലെയിൻ 3 മെത്തേഡ്സ് ടു പ്രൊവൈഡ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇൻ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഏതൊക്കെയാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന 3 മെത്തേഡ്സ്? ഫസ്റ്റ് മെത്തേഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ. This method utilizes the interaction between a magnetic field and an electric current. Electromagnetic induction എന്ന് പറയുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകും, ഒരു കറൻറ്റും ഉണ്ടാകും. ടു പ്രൊഡ്യൂസ് എ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, അല്ലേ? കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ആ ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഇൻ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് ആസ് ഗാൽവനോമീറ്റേഴ്സ് ഓർ ഓസിലോസ്കോപ്പ്, എ കോയിൽ ഓർ എ വയർ ക്യാരിങ് ദ കറണ്ട് is placed in a magnetic field. ഒരു കറണ്ട് ക്യാരിങ് കോയിൽ എവിടെ പ്ലേസ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യും. when the current flows through the wire, a magnetic field is generated around it. കറണ്ട് അതിൽ കൂടി പോകുമ്പോൾ ആ ഒരു കോയിലിലെ കറണ്ട് കാരണം അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻട്രാക്ട് വിത്ത് ദ എക്സ്റ്റേണൽ ഓൾറെഡി ഉള്ള മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അത് ഇൻട്രാക്ട് ചെയ്യും, റിസൾട്ടിങ് ഇൻ എ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ദാറ്റ് കോസസ് ദി ഇൻസ്ട്രുമെൻറ്റ്സ് പോയിൻറ്റർ ഓർ ഇൻഡിക്കേറ്റർ ടു മൂവ്. ആ 2 മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ കാരണം എന്ത് ചെയ്യും? ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാകുകയും അങ്ങനെ ആ പോയിൻ്റർ മൂവ് ചെയ്യുകയും ചെയ്യും. ബൈ കൺട്രോളിങ് ദ കറണ്ട് ഓർ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ദ ഡിഫ്ലക്ഷൻ ക്യാൻ ബി അഡ്ജസ്റ്റഡ്. ഏതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം? നമ്മൾ പുറത്തുനിന്ന് കൊടുത്ത മാഗ്നറ്റിക് ഫീൽഡ് ആകാം, ഇല്ലെങ്കിൽ നമ്മുടെ കറണ്ട് ആകാം. അപ്പം നമ്മൾ എന്താണ് മെഷർ ചെയ്യണം? കറണ്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് വേരി ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് മാറും. പെർമനൻറ്റ് മാഗ്നറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻപുട്ട് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് മാറും. അടുത്തത് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ. ദിസ് മെത്തേഡ് എംപ്ലോയ്സ് ദ യൂസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ടു ജനറേറ്റ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഒരു ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാകുന്നത്. ഇൻ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് CRT, കാഥോഡ് റേ ട്യൂബിൽ, ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്ററിൽ എന്താണ് സംഭവിക്കുന്നത്? ചാർജ്ഡ് പ്ലേറ്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോഡ്സ് എവിടെ പ്ലേസ് ചെയ്യും? ആർ പ്ലേസ്ഡ് ഇൻ എ ഇലക്ട്രിക് ഫീൽഡ്. ചാർജ്ഡ് പ്ലേറ്റ്സ് എവിടെ വെക്കും? ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കും. ബൈ അപ്ലൈങ് എ വോൾട്ടേജ് ടു ദിസ്, ആ ചാർജ്ഡ് പ്ലേറ്റിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എവിടെ? ആ ചാർജ്ഡ് പ്ലേറ്റിന് ബിറ്റ്വീൻ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻട്രാക്ട് വിത്ത് ദ ചാർജ്ഡ് പാർട്ടിക്കിൾസ് കോസിങ് എ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ദാറ്റ് മൂവ്സ് ദ ഇൻഡിക്കേറ്റർ ഓർ ബീം. The deflection can be controlled by adjusting the voltage or electric field strength. ഇവിടെയും നമ്മൾ ഓൾറെഡി കൊടുത്ത ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് വെച്ചിട്ടോ ഇല്ലെങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജ് വെച്ചിട്ടോ നമുക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ വോൾട്ടേജ് വെച്ച് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഏത് ക്വാണ്ടിറ്റി ആണോ മെഷർ ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് നമുക്ക് കിട്ടും. ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞില്ലെങ്കിലും ആ ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയാൽ മതി. പീസോ ഇലക്ട്രിക് ഡിഫ്ലക്ഷൻ. This method utilizes the piezoelectric effect to produce deflecting torque. Piezoelectric materials generate an electric charge when subjected to mechanical stress. നമ്മൾ ഒരു മെക്കാനിക്കൽ സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളൊരു വോൾട്ടേജ് ആയിരിക്കും പീസോഇലക്ട്രിക് ഡിഫ്ലക്ഷൻ തരുന്നത്.
In certain electrical instruments, piezoelectric elements are integrated and mechanical stress is applied to them. എന്താണ് ചെയ്യുന്നത്? മെക്കാനിക്കൽ ഫോഴ്സ് നമ്മൾ വേറൊരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള വേറൊരു പാർട്ടിൽ കൊടുത്തിട്ട് ദ റിസൾട്ടിങ് ഇലക്ട്രിക് ചാർജ് അതുകൊണ്ട് പീസോ ഇലക്ട്രിക്കിലേക്ക് ആ ഒരു മെക്കാനിക്കൽ സ്ട്രെസ് മാറുകയും കിട്ടുകയും അതിൽ നിന്ന് അവിടെ ഒരു ഇലക്ട്രിക് ചാർജ് ജനറേറ്റ് ചെയ്യും. അതിൽ നിന്ന് എന്ത് കിട്ടും? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് പോയിൻ്റർ സ്കെയിൽ മൂവ് ചെയ്യുന്നത്. ഇതാണ് 3 മെത്തേഡ്. ദ ഡിഫ്ലക്ഷൻ ക്യാൻ ബി കൺട്രോൾ ബൈ അഡ്ജസ്റ്റിംഗ് ദ അപ്ലൈഡ് സ്ട്രെസ് or the properties of piezoelectric material. These materials provide different ways to achieve deflecting torque in electrical instruments, allowing for the measurement or display various electrical parameters. The choice of the method depends upon the ഒന്നുമില്ല, നമ്മളുടെ പീസോഇലക്ട്രിക് മെറ്റീരിയൽസിൻ്റെ എന്താണ് പ്രോപ്പർട്ടീസ് വെച്ചിട്ടോ ഇല്ലെങ്കിൽ അപ്ലൈഡ് സ്ട്രെസ് ചേഞ്ച് ചെയ്തിട്ടോ നമുക്ക് എന്ത് ചെയ്യാം? ആ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും? അപ്ലൈഡ് ഫോഴ്സിനെ അനുസരിച്ചായിരിക്കും ഡിഫ്ലക്ഷൻ കിട്ടുന്നത്. ആ ഒരു രീതിയിൽ നമ്മളത് ആക്കും, മറ്റേത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. ദ ചോയ്സ് ഓഫ് മെത്തേഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പെസിഫിക് ആപ്ലിക്കേഷൻ ആൻഡ് ദ ഡിസൈഡ് പെർഫോമൻസ് ഓഫ് ദ എങ്ങനെയാണ് ആ ഇൻസ്ട്രുമെൻറ്റ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡിസൈഡ് ആയിട്ടുള്ള രീതിയിൽ ഇല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മളത് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇനി പാർട്ട് ബി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് എ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അത്രയും എഴുതേണ്ട കാര്യമില്ല, ഞാൻ ഒന്നും കൂടി പറയുകയാണ്. പക്ഷേ ഇത്രയും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഏരിയ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പം ഇത് തന്നെ ഇനിയിപ്പോൾ ഒരു 5 മാർക്സിനോ 6 മാർക്സിനോ ആയിട്ട് പാർട്ട് ബിയിലായിട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അങ്ങനെ അതിനുവേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, എന്തുമാത്രം ചുരുക്കണം എന്നുള്ളത് അവരവർ തീരുമാനിക്കുക. മാക്സിമം ഫിഗേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് എക്സാമിന് എഴുതുക. അപ്പോൾ ആ അക്യുറസി പ്രിസിഷൻ്റെയൊക്കെ ആ ഒരു പടം വരക്കാൻ വിട്ടുപോകരുത്. ഓക്കെ, പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 പാർട്ടുണ്ട്, രണ്ടും കൂടി 14 മാർക്സ്. 4 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റനും 10 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റനും ആണുള്ളത്. എക്സ്പ്ലെയിൻ 2 മെക്കാനിസംസ് ഓഫ് പ്രൊഡ്യൂസിങ് കൺട്രോൾ ടോർക്ക് ഇൻ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് വിത്ത് നീറ്റ് ഡയഗ്രാം. അടുത്ത ക്വസ്റ്റൻ നമുക്ക് അത് കഴിഞ്ഞിട്ട് വായിക്കാം. കൺട്രോൾ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന 2 മെത്തേഡ്സ് വിത്ത് നീറ്റ് ഡയഗ്രാം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 മാർക്കാണ്. രണ്ട് മെക്കാനിസം ആയത് കാരണം ഒരു മെക്കാനിസത്തിന് 2 മാർക്ക് വീതം 4 മാർക്ക് അങ്ങനെയായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ. കൺട്രോളിംഗ് ടോർക്ക് എങ്ങനെയൊക്കെയാണ്? സ്പ്രിംഗ് കൺട്രോളും ഗ്രാവിറ്റി കൺട്രോളുമാണ്. രണ്ടിൻ്റെ ഫിഗറും ആ ഒരു കാര്യങ്ങൾ കുറച്ച് എഴുതുമ്പോൾ തന്നെ നമുക്ക് 4 മാർക്ക് വളരെ സുഖമായിട്ട് വാങ്ങാൻ കിട്ടും. ഓക്കെ, the deflecting system of the most commercial instrument is mounted on a pivoted spindle. The quantity being measured producing a deflecting torque proportional to its magnitude. ആദ്യമേ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ കുറിച്ച് ജസ്റ്റ് 2 സെൻറ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഇൻസ്ട്രുമെൻ്റ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഏത് ക്വാണ്ടിറ്റിയാണോ മെഷർ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. എഴുതണം എന്നില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. There are 2 types of control systems which are used for such mounted system. ഇങ്ങനെ പിവോട്ടൽ സ്പിൻഡിൽ വെച്ചിരിക്കുന്ന സിസ്റ്റംസ് കൺട്രോൾ ചെയ്യാൻ 2 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഗ്രാവിറ്റി കൺട്രോൾ, സെക്കൻഡ് വൺ സ്പ്രിംഗ് കൺട്രോൾ. ഇതെല്ലാം യൂണിവേഴ്സിറ്റി എക്സാമിൽ എഴുതുമ്പം ഗ്രാവിറ്റി കൺട്രോൾ, സ്പ്രിംഗ് കൺട്രോൾ എടുത്തെഴുതുക. കാരണം ഇങ്ങനെ കൂട്ടത്തിലായിട്ട് എഴുതുന്നതിനേക്കാൾ നല്ലതായിരിക്കും പേപ്പറിൽ അതൊന്ന് സ്ട്രെസ് ചെയ്ത് പെട്ടെന്ന് വാല്യൂ പറഞ്ഞ് കിട്ടാൻ. 1. Gravity control. In this type of control, a small weight is placed on an arm attached to the moving system. ഒരു ചെറിയൊരു വെയിറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. The position of this weight is adjustable. നേരത്തെ കണ്ടില്ലേ, പൊസിഷൻ മാറ്റാൻ സാധിക്കുന്നതാണ്. This weight produces a controlling torque due to gravity. ഗ്രാവിറ്റി കാരണമാണ് അത് എന്ത് ചെയ്യുന്നത്? കൺട്രോളിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. When pointer is at 0 position, control torque is 0. പോയിൻ്റർ 0 പൊസിഷൻ ആകുമ്പോൾ ഇവിടെ കൺട്രോൾ ഒന്നും വേണ്ട. അതിനുശേഷം സപ്പോസ് ദ സിസ്റ്റം ഡിഫ്ലക്ട്സ്, ഇതാണ് സ്കെയിലെങ്കിൽ ഈ 0-ലിരിക്കുമ്പം ഡിഫ്ലക്ഷൻ ഒന്നുമില്ല, അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്കില്ല, കൺട്രോൾ ടോർക്കും വേണ്ട. സപ്പോസ് ദ സിസ്റ്റം ഡിഫ്ലക്റ്റ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് ഡിഫ്ലക്റ്റ് ചെയ്യുകയാണ്, ഇവിടത്തേക്ക് വരികയാണെങ്കിൽ ഈ പോയിൻ്റർ ഇങ്ങോട്ട് മാറണമെങ്കിൽ ദ വെയിറ്റ് ആക്ട് അറ്റ് എ ഡിസ്റ്റൻസ് from the center and the component of the weight trying to restore the pointer back to 0 position. ഈ W sin theta ഇതാണ്
പോയിൻറ്റിൻ്റെ ആ ആമെങ്കിൽ ഇതാണ് വെയിറ്റ്, ഇതാണ് തീറ്റ. അപ്പം ഏത് പൊസിഷനിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുമ്പം ഏത് പൊസിഷനിലേക്ക് വരാനാണ് നോക്കുന്നത്? ഇങ്ങോട്ടേക്കായിരിക്കും അല്ലേ, ഇങ്ങോട്ടേക്കും വരാനായിരിക്കും. അത് ആ കമ്പോണൻ്റ് ഏതാണ്? ഇത് തീറ്റയാണെങ്കിൽ ഡബ്ല്യു ഈ തീറ്റ തന്നെ ഇവിടെ എടുത്ത് കഴിയുമ്പം ഓക്കെ ഡബ്ല്യു സൈൻ തീറ്റയാണ് ഈ കമ്പോണൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ കമ്പോണൻറ്റിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇതാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? TC കൺട്രോൾ ടോർക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിനെ 0 പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന, ആ 0 പൊസിഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ഡൗൺവേർഡ് ഉള്ള പൊസിഷനിലേക്ക് കൊണ്ടുവരാനുള്ള കമ്പോണൻറ്റ് ഡബ്ല്യു സൈൻ തീറ്റ. ആ ലെങ്ത് L, WL സൈൻ തീറ്റ. WL ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്താൽ kg ഇൻറ്റു സൈൻ തീറ്റ. ദസ് ദ കൺട്രോളിംഗ് ടോർക്ക് ഇസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് മൂവിങ് സിസ്റ്റം. മൂവിങ് സിസ്റ്റത്തിൻ്റെ സൈൻ ഓഫ് ദ ആംഗിളിനാണ് എന്ത് കൺട്രോളിംഗ് ടോർക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്. കൺട്രോളിംഗ് ടോർക്ക് ക്യാൻ ബി വേരിയഡ് ബൈ സിംപ്ലി അഡ്ജസ്റ്റിംഗ് ദ പൊസിഷൻ ഓഫ് ദ കൺട്രോൾ വെയിറ്റ് അപ്പോൺ ദ ആം വിച്ച് ഏത് ആമിൽ ഏത് പൊസിഷനിലാണ് ആ സൈൻ തീറ്റ മാറുന്നതനുസരിച്ച് എന്തായി കൺട്രോളിംഗ് ടോർക്ക് മാറുകയാണ്. ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ദ ഇൻസ്ട്രുമെൻറ്റ് എംപ്ലോയിങ് ഗ്രാവിറ്റി കൺട്രോൾ മസ്റ്റ് ബി ഇൻ എ വെർട്ടിക്കൽ പൊസിഷൻ ഇൻ ഓർഡർ ദാറ്റ് ദ കൺട്രോൾ മേ ബി കൺട്രോൾ ഓപ്പറേറ്റ് ഗ്രാവിറ്റി കൺട്രോൾ ആവണമെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റ് എങ്ങനെയായിരിക്കണം? വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കണം ഇൻസ്ട്രുമെൻറ്റ് എംപ്ലോയ് ചെയ്യേണ്ടത്. ഗ്രാവിറ്റി കൺട്രോൾ ഈസ് നോട്ട് സ്യൂട്ടഡ് ഫോർ ഇൻഡിക്കേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് ഇൻ ജനറൽ ആൻഡ് പോർട്ടബിൾ. പോർട്ടബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇല്ലെ ഹൊറിസോണ്ടലായിട്ട് ലേ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സിൽ അങ്ങനെയൊന്നും ഗ്രാവിറ്റി കൺട്രോൾ യൂസ് ചെയ്യില്ല. അപ്പം 2-3 കാര്യങ്ങൾ ഗ്രാവിറ്റി കൺട്രോളിൽ ഓർത്തിട്ട് സ്ട്രെസ് ചെയ്താൽ മതി. ഇതിൽ ഒന്നാം ഫിഗർ ഓർക്കുക, സൈൻ തീറ്റ കമ്പോണൻറ്റ്, സൈൻ ഓഫ് ദ ഡിഫ്ലക്റ്റിംഗ് ആംഗിളിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതും, വെർട്ടിക്കൽ പൊസിഷനാണെന്നുള്ള കാര്യം, പിന്നെ ഗ്രാവിറ്റി കൺട്രോളാണ്, അതുകൊണ്ട് അത് വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കണം, പോർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റ്സിന് പാടില്ല എന്നുള്ള കാര്യവും എല്ലാമാണ് ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. അടുത്തത് സ്പ്രിംഗ് കൺട്രോൾ. എ ഹെയർ സ്പ്രിംഗ് ഈസ് അറ്റാച്ച്ഡ് ടു ദ മൂവിങ് സിസ്റ്റം എക്സേർട്സ് എ കൺട്രോളിംഗ് ടോർക്ക്. ദ എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്, ഇവിടെ ഒരു സ്പ്രിംഗ് ആണ്, ഒരു ഹെയർ സ്പ്രിംഗ് ആണ് മൂവിങ് സിസ്റ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ സ്പ്രിംഗ് ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ആ സ്പ്രിങ്ങിന് എങ്ങനെയാണ് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടാകും, റിക്വയർമെൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ദേ ഷുഡ് ബി നോൺ മാഗ്നറ്റിക് ആവരുത്. ദേ ഷുഡ് ബി പ്രൂഫ് ഫ്രം ദ മെക്കാനിക്കൽ ഫാറ്റീഗ്. ഇങ്ങനെ ലൂസായി അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാതിരിക്കണമായിരിക്കണം. വെൻ സ്പ്രിങ്സ് ആർ യൂസ് ടു ലീഡ് കറൻറ്റ് ഇൻ ടു മൂവിങ് സിസ്റ്റം ദേ ഷുഡ് ഹാവ് സ്മോൾ റെസിസ്റ്റൻസ്. ആ സ്പ്രിങ് യൂസ് ചെയ്താണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ സ്പ്രിങ് എങ്ങനെയായിരിക്കണം? സ്മോൾ റെസിസ്റ്റൻസ് ആയിരിക്കണം. അപ്പോൾ എന്തായിരിക്കണം? ദർ ക്രോസ് സെക്ഷണൽ ഏരിയ മസ്റ്റ് ബി സഫിഷ്യൻറ്റ് ടു ക്യാരി കറണ്ട് വിത്തൗട്ട് ടെമ്പറേച്ചർ റൈസ് എഫക്റ്റിംഗ് ദർ കോൺസ്റ്റൻറ്റ്. ദേ ഷുഡ് ഹാവ് എ ലോ റെസിസ്റ്റൻറ്റ്. സ്പ്രിങ്ങിന് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കുറവായിരിക്കണം. അതിലൂടെ കറണ്ട് പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം? അതിൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കണം. അതുകൊണ്ട് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇനഫായിട്ട് ഉണ്ടാവണം. അത് ഹീറ്റ് ഉണ്ടാവാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്രോസ് സെക്ഷൻ വേണം. മെക്കാനിക്കൽ ഫറ്റീഗ് ഉണ്ടാവരുത്. നോൺ മാഗ്നറ്റിക് ആയിരിക്കണം. ഈ 3 പോയിൻറ്റ്സ് ഓർത്തിരിക്കുക. ഇനി നമ്പർ ഓഫ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പം മാഗ്നറ്റിക് ആവാതിരിക്കുമ്പോൾ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. സിലിക്കൺ ബ്രോൺസ്, ഹാർഡ് റോൾഡ് സിൽവർ, കോപ്പർ, പ്ലാറ്റിനം സിൽവർ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊന്നും പല റീസൺ കൊണ്ട് സാറ്റിസ്ഫാക്ടറി അല്ല. സോ ഫോർ മോസ്റ്റ് ആപ്ലിക്കേഷൻ ഫോസ്ഫർ ബ്രോൺസ്. ഞാനിതൊക്കെ ജസ്റ്റ് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങളിപ്പം ക്ലാസ്സിൽ കേൾക്കുമ്പോൾ ഓർത്തിരിക്കാൻ 1-2 കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുമല്ലോ. ഇപ്പോൾ പ്ലാറ്റിനം സിൽവർ, സിലിക്കൺ ബ്രോൺസ്, പ്ലാറ്റിനം ഇറിഡിയം, ജർമ്മൻ സിൽവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. എക്സാമിന് എഴുതിയെന്ന് വെച്ചാൽ തെറ്റില്ല, ഓർത്തില്ലെങ്കിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഫോസ്ഫർ ബ്രോൺസ് ഇതൊരിക്കലും മറക്കരുത്. ഫോസ്ഫർ ബ്രോൺസ് ആണ് നമ്മൾ സ്പ്രിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഫോർ മോസ്റ്റ് സ്യൂട്ടബിൾ മെറ്റീരിയൽ എക്സെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ലോ റെസിസ്റ്റൻസ്. മില്ലി വോൾട്ടിമീറ്റർ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും എങ്ങനെയാണ്? ഫോസ്ഫർ ബ്രോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ ദിസ് കേസ് സം സ്പെഷ്യൽ ബ്രോൺസ് അലോയ്സ് ഹാവിങ് ലോ റെസിസ്റ്റൻസ് മേ ബി യൂസ്ഡ് വിത്ത് മെക്കാനിക്കൽ ക്വാളിറ്റിക്ക് കുറച്ച് സാക്രിഫൈസ് ഒക്കെ വന്നിട്ട് നമ്മൾ ലോ റെസിസ്റ്റൻസ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും? മറ്റേ സ്പെഷ്യൽ ബ്രോൺസ് അലോയ്സ് ഒക്കെ
ഫോസ്ഫർ ബ്രോൺസ് അല്ലാണ്ട് ബ്രോൺസ് അലോയ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അത്ര ഓർക്കണ്ട, ഈ ഫോസ്ഫർ ബ്രോൺസ് മാത്രം, ഈ ഒരു സ്ലൈഡിൽ നിന്ന് ഈ ഫോസ്ഫർ ബ്രോൺസ് മാത്രം നിങ്ങൾ ഓർത്ത് എഴുതിയാൽ മതി. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. ഇത് വരക്കാൻ പഠിച്ചിരിക്കുക, എളുപ്പമാണ്. സ്പ്രിങ് ഉണ്ട്, സ്പിൻഡിലുണ്ട്, ഈ ഒരു പോർഷൻ വരക്കുക. ഇതാണ് ആ ഒരു കൺട്രോൾ തരുന്നത്, ഇതാണ് ആ സ്പ്രിങ്, ഹെയർ സ്പ്രിങ്. ഫ്ലാറ്റ് സ്പൈറൽ സ്പ്രിങ്സ് ആർ യൂസ്ഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് ആസ് ദ സ്പേസ് റിക്വയർഡ് ബൈ. ഇങ്ങനത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്പ്രിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? സ്പേസ് കുറവ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അതർ ടൈപ്സിനേക്കാളും സ്പേസ് കുറക്കാൻ വേണ്ടിയാണ്. ദ ഇന്നർ എൻഡ് ഓഫ് ദ സ്പ്രിങ് ഈസ് അറ്റാച്ച് ടു ദ സ്പിൻഡിൽ. ഇന്നർ എൻഡ് സ്പിൻഡിൽ അറ്റാച്ച്ഡ് ആണ്. ഔട്ടർ എൻഡ് ക്യാരി എ സ്പിഗോട്ട് വിച്ച് എൻഗേജസ് ഇൻ എ സർക്കുലർ ഡിസ്ക് സറൗണ്ടിങ് ദ ജുവൽ. ഇതാണ് ആ സർക്കുലർ ഡിസ്ക് സറൗണ്ടിങ് ദ ജുവൽ screw. This disc carries an arm which is slotted and splayed on out at the end. ഈ ഒരു മെക്കാനിസമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കൺട്രോള് തരുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ പോയിൻ്റർ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ, ഇതാണ് ആ കറണ്ട് ഈ പോയിൻ്ററിൽ പോകുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്രോസ് സെക്ഷൻ വേണം എന്ന് പറഞ്ഞത്. ആകുവാണെങ്കിൽ ഇതിങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പം ഈ സ്പ്രിങ് ഇതിനെ ബാക്കിലേക്ക് ആക്കാനായിട്ട് ശ്രമിക്കും, കൺട്രോൾ ചെയ്യും. ഓക്കെ. The purpose of slotted extension arm is to allow the spring to be coiled or uncoiled slightly. ആ സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കോയിൽ ചെയ്യും അൺകോയിൽ ചെയ്യുമ്പോഴും സ്ലോലി ആയിരിക്കും അത് നടക്കുന്നത്. സോ ദാറ്റ് ദ പോയിൻ്റ് മേ ബി സെറ്റ് അറ്റ് 0. ദ സ്ലോട്ടഡ് arm is actuated by a set screw mounted at the front of the instrument. അപ്പോൾ ഈ സ്ലോട്ടഡ് ആമിൻ്റെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആ ഫ്രണ്ടിൽ ഒരു സെറ്റ് സ്ക്രൂ വെച്ചിട്ടുണ്ടാകും ഇൻസ്ട്രുമെൻ്റിൻ്റെ മുകളിൽ. അതാണ് 0 സെറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് ചെയ്യുന്നത്. കാരണം ഇത് 0-ലാക്കാൻ വേണ്ടി ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. ഇതിങ്ങനെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കോയിൽ വൗണ്ട് ചെയ്ത് വെക്കാനാണ് ഉദ്ദേശിച്ചത്. By making the number of turns large, the deformation per unit length is kept small on full scale deflection. The controlling torque is thus made proportional to angle of deflection. എത്ര ആംഗിളാണോ മൂവ് ചെയ്യുന്നത് അതിനെയാണ് കൺട്രോളിങ് ടോർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് 11th ക്വസ്റ്റ്യൻ്റെ ബി ആണ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. With the help of neat diagram, explain the construction of attraction type moving iron instrument. മൂവിങ് അയൺ തന്നെ അട്രാക്ഷൻ ഉണ്ട്, റിപ്പൽഷൻ ഉണ്ട്. അതിനകത്ത് അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ വർക്കിങ്ങും നീറ്റ് ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. പ്രൂവ് ദാറ്റ് ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ഇൻ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറണ്ട് ബീയിങ് മെഷർഡ്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് അയണിൽ I² പ്രൊപ്പോർഷണലാണ്. അത് പ്രൂവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ 5 മാർക്കായിരിക്കും. ഇതിനകത്ത് ഈ പ്രൂഫായിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തെറ്റിക്കാതെ എഴുതേണ്ടത്. തിയറിയിൽ കുറച്ചെങ്കിലും മാർക്ക് നമുക്ക് മിസ്സാകും. പക്ഷേ ഇങ്ങനത്തെ പ്രൂഫ്, പ്രോബ്ലം അതെല്ലാം ഒരിക്കലും മിസ്സാക്കരുത്. മൂവിങ് അയൺ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ്. ദ മോസ്റ്റ് കോമൺ അമ്മീറ്റേഴ്സ് ആൻഡ് വോൾട്ട്മീറ്റേഴ്സ് ഫോർ ലബോറട്ടറി or switchboard use at power frequency 50 Hz are the moving iron instruments. These instruments can be constructed to measure current and voltage to an accuracy needed in most engineering works and still be cheap as compared with any other type of AC instruments. ഏത് AC ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് നോക്കുമ്പോഴും വളരെ ചീപ്പായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ്, പവർ ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചീപ്പ് ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? മൂവിങ് അയൺ MI ആണ് കേട്ടോ. MI ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. എ പ്ലേറ്റ് ഓർ വെയിൻ ഓഫ് സോഫ്റ്റ് അയൺ ഓർ ഓഫ് ഹൈ പെർമിയബിലിറ്റി സ്റ്റീൽ ഫോംസ് ദ മൂവിങ് എലമെൻറ്റ് ഓഫ് ദ സിസ്റ്റം. മൂവിങ് എലമെൻറ്റ് ഒരു സോഫ്റ്റ് വെയിൻ അല്ലെ സോഫ്റ്റ് അയൺ. മൂവിങ് അയൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടും ഒരു സോഫ്റ്റ് അയൺ ആണ് അതിൻ്റെ അകത്തെ മൂവിങ് പാർട്ട്. ദ അയൺ വെയിൻ ഈസ് സോ സിറ്റുവേറ്റഡ് ദാറ്റ് ഇറ്റ് ക്യാൻ മൂവ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അയൺ വെയിൻ വെച്ചിരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന രീതിയിലാണ്.
പ്രൊഡ്യൂസ്ഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ, പെർമനൻറ്റ് മാഗ്നറ്റ് ആണോ? അല്ല, ഒരു സ്റ്റേഷനറി കോയിലാണ്. പെർമനൻറ്റ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്ന PMMCയിലാണ്. ഇവിടെ വീക്ക് മാഗ്നറ്റിക് ഫീൽഡാണ്, അത് ഒരു സ്റ്റേഷനറി കോയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ കോയിൽ ഈസ് എക്സൈറ്റഡ് ബൈ എ കറണ്ട് ഓർ വോൾട്ടേജ് അണ്ടർ മെഷർമെൻറ്റ്. എന്താണോ മെഷർ ചെയ്യുന്നത്, കറണ്ട് ആണെങ്കിൽ കറണ്ട്, വോൾട്ടേജ് എന്ന വോൾട്ടേജ്, അതൊരു കോയിലൂടെ പോയിട്ട് ആ കോയിൽ എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അവിടെയാണ് ഈ അയൺ വെയിൻ ഇരിക്കുന്നത്. വെൻ ദ കോയിൽ ഈസ് എക്സൈറ്റഡ് ഇറ്റ് ബിക്കംസ് ആൻ ഇലക്ട്രോമാഗ്നറ്റ്. കോയിൽ എക്സൈറ്റ് ചെയ്യുമ്പോൾ അതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതൊരു ഇലക്ട്രോമാഗ്നറ്റ് ആകുന്നു. ആൻഡ് ദ അയൺ വെയിൻ മൂവ്സ് ഇൻ സച്ച് എ വേ സോ ആസ് ടു ഇൻക്രീസ് ദ ഫ്ലക്സ് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റ്. അപ്പം എന്ത് സംഭവിക്കുന്നു, അയൺ വെയിന് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഫ്ലക്സ് കൂടുന്ന രീതിയിലായിരിക്കും അയൺ വെയിൻ മൂവ് ചെയ്യുന്നത്. ദിസ് ഈസ് ബിക്കോസ് ദ വെയിൻ ട്രൈസ് ടു ഓക്യുപ്പൈ. ഏത് പൊസിഷനിലായിരിക്കും, റിലക്റ്റൻസ് കുറവുള്ള പൊസിഷനിലേക്കായിരിക്കും അത് പോകുന്നത്, അല്ലേ? മിനിമം റിലക്റ്റൻസ് പൊസിഷനിലേക്കായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. Thus the force produced is always in such a direction so as to increase the inductance. നമ്മൾ പറഞ്ഞു ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്ന പ്രൊപ്പോർഷനിൽ റിലക്റ്റൻസ്. ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് I = V/R ആണ്. അതുപോലെ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MMF by റിലക്റ്റൻസ് ആണ്. അപ്പം റിലക്റ്റൻസ് കുറയുമ്പം ഫ്ലക്സ് കൂടും, ഫ്ലക്സ് കൂടുമ്പം ഇൻഡക്റ്റൻസും കൂടുന്നുണ്ട്. സോ ഇൻക്രീസ് ദ ഫ്ലക്സ് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിൻ്റെ ഡയറക്ഷനിലായിരിക്കും സോഫ്റ്റ് അയൺ വെയിൻ മൂവ് ചെയ്യുന്നത്. ഇൻക്രീസിങ് ദ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊസിഷനിൽ എന്താണ്, റിലക്റ്റൻസ്, മിനിമം റിലക്റ്റൻസ് ആയിരിക്കും അവിടെ. അപ്പം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇൻഡക്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ ഇൻക്രീസ് ചെയ്യും. ദിസ് ഇസ് ബിക്കോസ് ഇൻഡക്റ്റൻസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റിലക്റ്റൻസ് ഓഫ് ദ മാഗ്നറ്റ്. ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, റിലക്റ്റൻസ് ആണ്. ടോർക്ക് ഇക്വേഷനാണ് അടുത്തത് പറയുന്നത്. അട്രാക്ഷൻ ടൈപ്പ് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. An expression for the torque of the moving iron instrument may be derived by considering the energy relation from a small. അപ്പം ഈ എനർജി റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് ടോർക്ക് ഇക്വേഷൻ കിട്ടുന്നത്. When this happens there will be a small deflection. ഒരു ഡിഫ്ലക്ഷൻ വരുമ്പോൾ എന്തായിരിക്കും, ഒരു സ്മോൾ ഡിഫ്ലക്ഷൻ d θ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സ്മോൾ വർക്ക്, എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ വർക്ക് വിൽ ബി ഡൺ. TD ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, മെക്കാനിക്കൽ വർക്ക് ഈസ് ഇക്വൽ ടു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇൻറ്റു d θ. എന്തോരം ടോർക്കാണോ അതേ ഇൻറ്റു എന്തോരം മൂവ് ചെയ്തു ആ സ്മോൾ ഡിഫ്ലക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ആ വർക്ക് ഡൺ കിട്ടും. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നുള്ള ഇക്വേഷനാണ് കേട്ടോ ഈ വന്നിരിക്കുന്നത്. വർക്ക് ഈസ് ഇക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടോർക്ക് എന്ന് പറയുമ്പോൾ ഫോഴ്സാണ് ഇൻറ്റു ഡിസ്റ്റൻസ് d θ മൂവ് ചെയ്തു. Alongside there will be a change in energy stored in the magnetic field owing to the change in inductance. Suppose the initial current is I. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, കറണ്ട് I ഇനിഷ്യലി ഉണ്ട്, ഇൻഡക്റ്റൻസ് ഉണ്ട്, തീറ്റ ഡിഫ്ലക്ഷനിലിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളൊരു ചേഞ്ച് ഇൻ കറണ്ട് വരുന്നത്. വേർ ഇഫ് ദ കറണ്ട് ഇൻക്രീസസ് ടു DI then ഡിഫ്ലക്ഷൻ ചേഞ്ചസ് ബൈ d θ ആൻഡ് ഇൻഡക്റ്റൻസ് ബൈ DL. അപ്പോൾ ഈ ഒരു സമയത്തുള്ള വോൾട്ടേജ് V = LdI/dt. അങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടുന്ന കാരണം എന്താ, V = LdI/dt. ഇൻഡക്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. കറണ്ട് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, ഇവിടെ ഇൻഡക്റ്റൻസും ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ എന്താകും നമ്മുടെ ഇക്വേഷൻ, V = d/dt of Li. d/dt of Li, അതായത് L കോൺസ്റ്റൻ്റ് ആകുമ്പോൾ LdI/dt ടേമും I കോൺസ്റ്റൻ്റ് ആകുമ്പോൾ I × DL/dt. ഇങ്ങനെ രണ്ട് ടേം നമുക്ക് കിട്ടും. ഇനി എനർജി സപ്ലൈ ചെയ്തത്, നമ്മളുടെ ആ ഡിഫ്ലക്ഷന് വേണ്ടിയുള്ള എനർജി സപ്ലൈ ചെയ്തത് E × Idt, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈമാണ് എനർജി സപ്ലൈഡ്. അപ്പോൾ ഇതിൻ്റെ കൂടെ Idt മൾട്ടിപ്ലൈ ചെയ്യുമ്പം dt പോയി I² DL + Li DI. ഇനി അതാണ് ഈ രണ്ട് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്, ഈ രണ്ട് ഇക്വേഷൻ അതാണ്. ഇനി എനർജി സപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, നമുക്ക് ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്തത് ഇൻക്രീസ് ഇൻ സ്റ്റോർഡ് എനർജി ആയിട്ടും മെക്കാനിക്കൽ വർക്ക് ഡൺ ആയിട്ടാണ് മാറുന്നത്, അല്ലേ? അപ്പം ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, I² DL + Li DI നമ്മൾ കണ്ടുപിടിച്ചു. മെക്കാനിക്കൽ വർക്ക് ഡൺ ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് TD × d θ കണ്ടുപിടിച്ചു. ഇനി ഇൻക്രീസ് ഇൻ സ്റ്റോർഡ് എനർജിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇൻക്രീസ് ഇൻ സ്റ്റോർഡ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള സ്റ്റോർഡ് എനർജി എത്ര, ½ Li².
രണ്ടാമത്തേതോ ഹാഫ് എൽ പ്ലസ് ഡി എൽ ഇൻറ്റു ഐ പ്ലസ് ഡി ഐ ദ ഹോൾ സ്ക്വയർ അല്ലേ? ഇതാണ് ആ ഇൻക്രീസ് ആയത്. അപ്പം അതിൻ്റെ ആ ചേഞ്ച് എന്തോരാണ് ചേഞ്ച് വന്നിരിക്കുന്നത്? ഇതിൻ്റെ ഡിഫറൻസ് എടുക്കണം അല്ലേ? അപ്പോൾ ഡിഫറൻസ് എങ്ങനെയാണ്? ഹാഫ് ഐ പ്ലസ് ഡി ഐ ദ ഹോൾ സ്ക്വയർ, ഈ വാല്യൂവിൽ നിന്ന് ഈ ഐ സ്ക്വയർ എൽ മൈനസ് ചെയ്യണം. അപ്പോൾ ഇത് ആദ്യമേ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഇലാബറേറ്റ് ചെയ്യാണ്. ഐ സ്ക്വയർ പ്ലസ് 2i ഡി ഐ പ്ലസ് ഡി ഐ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എൽ പ്ലസ് ഡി എൽ മൈനസ് ഹാഫ് ഐ സ്ക്വയർ എൽ. ഇനി ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹയർ ടേംസ് ഡി കമ്പോണൻറ്റ് ഓൾറെഡി സ്മോളാണ്. അപ്പോൾ ഡി ഐ ഇൻറ്റു ഡി ഐ സ്ക്വയർ ഒക്കെ വളരെ സ്മോൾ ആയിരിക്കും. സോ ഇതൊക്കെ നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇതെങ്ങനെ വരും? ഞാൻ ഈ ഒരു ടേം മാത്രമാണ് എഴുതുന്നത്. ഹാഫ് ഐ സ്ക്വയർ ഇൻറ്റു എൽ, ഐ സ്ക്വയർ ഇൻറ്റു ഡി എല്ലും വരും അല്ലേ? ഇനി 2i ഡി ഐ ഇൻറ്റു എൽ വരും പ്ലസ് 2i എൽ ഡി ഐ. ഇനി 2i ഡി ഐ ഡി എൽ വരുമോ? ഇല്ല, ഡി ഐ സ്മോളാണ്, ഡി എൽ സ്മോളാണ്. സോ അത് ഇത്രയും ടൈമാണ് വരുന്നത്. ഇതിൽ നിന്ന് എന്ത് ചെയ്യും? ഹാഫ് ഐ സ്ക്വയർ എൽ മൈനസ് ചെയ്യണം. ഇതാണ് ഓൾറെഡി ഉണ്ടായിരുന്ന എനർജി. അപ്പോൾ ഹാഫ് ഐ സ്ക്വയർ എല്ലും മൈനസ് ചെയ്തു. ബാക്കി എന്തുണ്ട്? ഹാഫ് ഐ സ്ക്വയർ ഡി എൽ പ്ലസ് 2ഉം ഹാഫും പോയി കഴിഞ്ഞാൽ ഐ എൽ ഡി ഐ. ഹാഫ് ഐ സ്ക്വയർ ഡി എല്ലും ഹാഫ് ഐ സ്ക്വയർ ഡി എല്ലും ഐ എൽ ഡി ഐ, ഹാഫ് ഐ സ്ക്വയർ ഡി എൽ. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? ഇതാണ് എനർജി സപ്ലൈ ചെയ്തത്. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം വെച്ചിട്ടുള്ളത് വെച്ചിട്ട് അത് കിട്ടി. ഇൻക്രീസ് ഇൻ സ്റ്റോർഡ് എനർജി മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. പിന്നെ മെക്കാനിക്കൽ വർക്ക് ഡണ്നുള്ള ഇക്വേഷനും കിട്ടി. ഇനി ഇതിൽ നിന്ന് ഐ സ്ക്വയർ ഡി എൽ രണ്ട് സ്ഥലത്തുണ്ട്. അപ്പോൾ എന്തായി? അത് ഹാഫ് ഐ സ്ക്വയർ മൈനസ് ചെയ്ത് കഴിയുമ്പം ലെഫ്റ്റിലേക്ക് പോയി ഹാഫ് ഐ സ്ക്വയർ ഡി എൽ ഇവിടെ വന്നു. ഐ എൽ ഡി ഐ ക്യാൻസലായി, which is equal to TD d theta. So TD d theta is equal to half I square dl. Half I square dl എന്ന് പറയുമ്പോൾ TD ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ് നമ്മൾ വേണ്ടത്. TD is equal to half I square dl by d theta. So deflection torque is equal to മൂവിങ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റിലെ ഡിഫ്ലക്ഷൻ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഹാഫ് ഐ സ്ക്വയർ ഡി എൽ ബൈ ഡി തീറ്റ. സോ ഡിഫ്ലക്റ്റൻ ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറണ്ട്. ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അട്രാക്ഷൻ ടൈപ്പ് കൂടിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ കോയിൽ ഈസ് ഫ്ലാറ്റ് ആൻഡ് ഹാസ് എ നാരോ സ്ലോട്ട് ലൈക്ക് ഓപ്പണിംഗ്. ദ മൂവിങ് അയൺ ഈസ് എ ഫ്ലാറ്റ് ഡിസ്ക് or a sector centrally mounted. When the current flows through the coil, a magnetic field is produced and the moving iron moves from weaker field to the നേരത്തെ പറഞ്ഞ അതേ കാര്യം. അട്രാക്ഷൻ ടൈപ്പ് ആയതുകൊണ്ട് എന്താണ്, വീക്കർ ഫീൽഡിൽ നിന്ന് സ്ട്രോങ്ങർ ഫീൽഡിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്തിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആ കോയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വീക്കർ ഫീൽഡിൽ നിന്ന് സ്ട്രോങ്ങർ ഫീൽഡിലേക്ക് അത് മൂവ് ചെയ്യും. or in other words, the moving iron is attracted in. ഇതാണ് പോയിൻ്റർ, ഇതാണ് കോയിൽ. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും അത് അട്രാക്റ്റഡ് ആകുന്നു. അതിനനുസരിച്ച് ചെയ്യുന്നു ഇത് മൂവിങ് അയണിൻ്റെ വർക്കിംഗ് നടക്കുന്നു. ദ കൺട്രോളിംഗ് ടോർക്ക് ഇസ് പ്രൊവൈഡഡ് ബൈ സ്പ്രിങ്. ഇവിടെ എന്താണ് കൺട്രോളിംഗ് തരുന്നത്? സ്പ്രിങ് ആണ്. ബട്ട് ഗ്രാവിറ്റി കൺട്രോൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ, നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഇക്വേഷനിൽ അല്ലേ, നേരത്തെ ഇതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു ഗ്രാവിറ്റി കൺട്രോളാണ് വെർട്ടിക്കലി മൗണ്ടഡ് ഇൻസ്ട്രുമെൻറ്റിലേ പാടുള്ളൂ. ഡാമ്പിംഗ് ഈസ് പ്രൊവൈഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. അതെല്ലാം മെൻഷൻ ചെയ്ത് പോവുക കേട്ടോ. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് യൂസ് ചെയ്യാനുള്ള കാരണം ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് വളരെ വീക്കറാണ്. ആ കോയിലൂടെ പോകുന്ന കറണ്ടാണ് ആ മാഗ്നറ്റിക് ഫീൽഡ് തരുന്നത്. എഡി കറണ്ട് ഡാമ്പിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. which moves a fixed chamber closed at one end with the help of a vane, which moves in a sector shaped chamber. ഈ sector shaped chamberലാണ് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്, എയർ ഡാമ്പിങ് ചേംബറാണ്. അതിൽ ഡാമ്പിങ് പ്രൊവൈഡ് ചെയ്യുന്നു. കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സ്പ്രിങ് ആണ്. ഓക്കെ, ബാക്കി ആ ഇൻസ്ട്രുമെൻസിൻ്റെ തിയറി പാർട്ട്. അടുത്തത് ഓർ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമുക്ക് ഇത് എഴുതാം. അപ്പോൾ ഇതിൽ 12ാമത്തെ ക്വസ്റ്റ്യനും 2 പാർട്ടുണ്ട്. 6 മാർക്കിൻ്റെയും 8 മാർക്കിൻ്റെയും ഡിവിഷനാണ്.
എക്സ്പ്ലെയിൻ 3 മെക്കാനിസംസ് ഫോർ പ്രൊഡ്യൂസിങ് ഡാമ്പിംഗ് ടോർക്ക് ഇൻ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് വിത്ത് നീഡ് ഡയഗ്രാം. അപ്പോൾ 3 മെത്തേഡ്സ് പറയണം. അപ്പം 2 മാർക്ക് വീതമായിരിക്കും ഓരോന്നും. അതിൻ്റെ ഡയഗ്രത്തിന് തന്നെ 1 മാർക്ക് വീതം നമുക്ക് കിട്ടും. അപ്പം 3 മാർക്ക് അങ്ങനെ തന്നെ നമുക്ക് ഡയഗ്രാം അറിയാമെങ്കിൽ കിട്ടും. പിന്നെ അതിൻ്റെ ഒരു വർക്കിംഗ് പറയുന്നതിനാണ് 1 മാർക്ക്. ബി പാർട്ട് 8 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. എക്സ്പ്ലെയിൻ ഹൗ ദ റേഞ്ച് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ഇൻ PMMC അമ്മീറ്റർ ആൻഡ് വോൾട്ട്മീറ്റർ. അമ്മീറ്ററിലും വോൾട്ട്മീറ്ററിലും എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച് എങ്ങനെയാണ് പോസിബിൾ. ഷണ്ടും മൾട്ടിപ്ലയറിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 12th A ക്വസ്റ്റൻ ആണ്. ഡാമ്പിംഗ് സിസ്റ്റം ഏതൊക്കെ ഡാമ്പിംഗ് ആണുള്ളത്? ദ ഡാമ്പിംഗ് ടോർക്ക് ഷുഡ് ബി സച്ച് ദാറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ദ പോയിന്റ് ക്വിക്ലി കംസ് ടു ഇറ്റ്സ് ഫൈനൽ സ്റ്റഡി പൊസിഷൻ. അണ്ടർ ഡാംഡ്, ക്രിറ്റിക്കലി ഡാംഡ്, ഇത് അണ്ടർ ഡാംഡ്, അണ്ടർ ഡാംഡ്, ക്രിറ്റിക്കലി ഡാംഡ്, ഓവർ ഡാംഡ്, ഇങ്ങനെ പല ഡാമ്പിംഗ് ഉണ്ട്. അൺഡാംഡ് ഉണ്ട്. അൺഡാംഡ് എങ്ങനെയായിരിക്കും? സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് ഇങ്ങനെ അൺഡാംഡ്. ഓവർഷൂട്ടിംഗ് ഇല്ലാതെ പോയിൻ്റർ ഫൈനൽ സ്റ്റഡി പൊസിഷനിൽ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, അതിനെയാണ് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഇഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് അണ്ടർ ഡാംഡ്, ഫസ്റ്റ് കേസ് ഇതാണെങ്കിൽ, ദ മൂവിംഗ് സിസ്റ്റം വിൽ ഓസിലേറ്റ് അബൌട്ട് ദ ഫൈനൽ, കണ്ടോ, മൂവിംഗ് സിസ്റ്റം വിൽ ഓസിലേറ്റ് അബൌട്ട് ദ ഫൈനൽ സ്റ്റഡി പൊസിഷൻ വിത്തൗട്ട് എ ഡിക്രീസിങ് ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യാണ്ട് അതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് വിൽ ടേക്ക് സം ടൈം ബിഫോർ ഇറ്റ് കംസ് ടു റെസ്റ്റ്. കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും അത് റെസ്റ്റിലേക്ക് വരുന്നത്. അതാണ് അണ്ടർ ഡാംഡ് ഇൻസ്ട്രുമെൻറ്റ്. വെൻ ദ മൂവിംഗ് സിസ്റ്റം മൂവ്സ് റാപ്പിഡ്ലി ബട്ട് സ്മൂത്ത്ലി ടു ഇറ്റ്സ് ഫൈനൽ സ്റ്റഡി പൊസിഷൻ, ദ ഇൻസ്ട്രുമെൻറ്റ് ഇസ് വളരെ സ്മൂത്തായിട്ട് കറക്റ്റായിട്ട് മൂവ് ചെയ്യണേ, അതിനാണ് ക്രിറ്റിക്കലി ഡാംഡ് എന്ന് പറയുന്നത്. ഫൈനൽ സ്റ്റഡി പൊസിഷനിലേക്ക് സ്മൂത്തായിട്ടും ഒരുപാട് സ്ലോ അല്ലാതെ ഉള്ളൊരു റീഡിങ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ക്രിറ്റിക്കലി ഡാംഡ്. അടുത്തത് എന്താ? ഇഫ് ദ ഡാമ്പിംഗ് ടോർക്ക് ഈസ് മോർ ദാൻ, ക്രിറ്റിക്കൽ ഡാമ്പിങ്ങിനേക്കാൾ കൂടുതൽ ടോർക്ക് പ്രൊവൈഡ് ചെയ്യണത് അതെങ്ങനെയാണ്? ഓവർ ഡാംഡ് ആണ്. ഇൻ ഓവർ ഡാംഡ് ഇൻസ്ട്രുമെൻറ്റ് ദ മൂവിംഗ് സിസ്റ്റം മൂവ് സ്ലോലി ടു ഇറ്റ്സ്, ഇതാണ് ഫൈനൽ എങ്കിൽ ഇങ്ങനെയാണ് ക്രിറ്റിക്കൽ ഡാമ്പിംഗ് എങ്കിൽ ഓവർ ഡാംഡ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും തരുന്നത്. വളരെ സ്ലോയിലായിരിക്കും നമ്മുടെ ഫൈനൽ സ്റ്റഡി പൊസിഷനിലേക്ക് എത്തുന്നത്. ദ മൂവിംഗ് സിസ്റ്റം മൂവ് സ്ലോലി ടു ഇറ്റ്സ് ഫൈനൽ സ്റ്റഡി പൊസിഷൻ ഇൻ എ ലെഥാർജിക് ഫാഷൻ. ദ റീഡിംഗ് ആർ വെരി ടെഡിയസ് ടു ടേക്ക്. റീഡിംഗ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ പോയിൻ്റർ റെസ്റ്റിലേക്ക് വരാൻ ടൈം എടുക്കും. The damping device should be such that it produces a damping torque only while the moving system is in motion. മൂവിംഗ് സിസ്റ്റം മൂവ് ചെയ്യുന്ന സമയത്താണ് ഡാമ്പിംഗ് ടോർക്ക് ആക്ട് ചെയ്യുന്നത്. ഡാമ്പിംഗ് ടോർക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അത് ആക്ട് ചെയ്യുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടു ബി എഫക്റ്റീവ് ദ ഡാമ്പിംഗ് ടോർക്ക് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു ദ, അപ്പം മൂവ് ചെയ്യുമ്പോൾ മാത്രം എന്ന് പറയുമ്പോൾ ആ മൂവിംഗ് സിസ്റ്റത്തിൻ്റെ വെലോസിറ്റി ആയിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബട്ട് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് കറണ്ട്, വെലോസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഡാമ്പിങ് വർക്ക് ചെയ്യുന്നത്. അത് ഓവർ ഡാംഡ് ആണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അങ്ങനെ. അപ്പം ഇതാണ് നേരത്തെ കാണിച്ചിരിക്കുന്ന അണ്ടർ ഡാംഡ്, ക്രിറ്റിക്കലി ഡാംഡ്, ഓവർ ഡാംഡ്. ഈ ഒരു ഫിഗർ എക്സാമിന് വരക്കണം, എന്നിട്ട് ഇതേ കൂട്ട് മാർക്ക് ചെയ്യണം ഓവർ ഡാംഡ് ഏതാണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഓവർ ഡാംഡ് ടൈം എടുക്കുന്നു, അണ്ടർ ഡാംഡ് റീഡിങ് എത്താൻ ഫൈനൽ പൊസിഷനിലെത്താൻ ടൈം എടുക്കുന്നു, എങ്ങനെയാണ് ഓസിലേഷൻസ് വരുന്നു. കണ്ടോ, ക്രിറ്റിക്കലി ഡാംഡ് ഇവിടെ വെച്ച് തന്നെ നമുക്ക് റീഡിങ് കിട്ടി. ഓക്കെ, ഇനി ഇത് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് ഫസ്റ്റ് വൺ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. ഇതിലൊരു അലൂമിനിയം പിസ്റ്റൺ ഉണ്ട് വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ദ മൂവിങ് സിസ്റ്റം. പിസ്റ്റൺ എങ്ങനെയാണ്, ഒരു ഫിക്സ്ഡ് എയർ ചേമ്പറിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യും. അതിന് 1 end ക്ലോസ്ഡ് ആണ്. ഇതാണ് 1 end ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ചേമ്പർ ഉണ്ടാവും, അതിലൊരു പിസ്റ്റൺ മൂവ് ചെയ്യും. ദ ക്ലിയറൻസ് ബിറ്റ്വീൻ പിസ്റ്റൺ ആൻഡ് ചേമ്പർ വാൾസ് ഇസ് യൂണിഫോം. അതിൻ്റെ ആ ക്ലിയറൻസ് യൂണിഫോമും ആയിരിക്കും, അത് കുറവുമായിരിക്കും. അത് കൂടുന്നതും അത് കുറഞ്ഞാലും അതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഡാമ്പിംഗ് ടോർക്കിന് ഡിഫറൻസ് വരും. When the disc are in oscillation, when there are oscillation, the piston moves in and out in a air chamber. ഈ ഇവിടെ ഓസിലേഷൻസ് വരുമ്പോൾ അതിനനുസരിച്ച് ഈ പിസ്റ്റൺ മൂവ് ചെയ്യും ചേമ്പറിൽ. ഈ എയറിൻ്റെ ഫ്രിക്ഷനാണ് ഡാമ്പിംഗ് തരുന്നത്. ഇത് തന്നെ എൻ്റെ ഒരു വേറൊരു മെത്തേഡാണെന്നേ ഉള്ളൂ. ഈ ഒരു ഫിഗർ തന്നെ ധാരാളമാണ്. അടുത്തത്, when the piston moves into the chamber, പിസ്റ്റൺ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നീങ്ങുമ്പം
ദ എയർ ഇൻസൈഡ് എന്ത് ചെയ്യും, വൺ എൻഡ് ക്ലോസ്ഡ് അല്ല, അപ്പോൾ എയർ എന്ത് ചെയ്യും, കംപ്രസ്ഡ് ആകും. അങ്ങനെ എന്ത് ചെയ്യും, അവിടെ ഒരു പ്രഷർ ഉണ്ടാകും, പ്രഷർ ഓഫ് എയർ ആൻഡ് ദ പ്രഷർ ഓഫ് ദ എയർ ഇൻസൈഡ് കൂടുതലായിരിക്കും. അതെന്ത് ചെയ്യും, വിച്ച് ഒപ്പോസസ് ദ മോഷൻ ഓഫ് ദ പിസ്റ്റൺ, പിസ്റ്റൻ്റെ ഫർദർ മോഷനെ അത് ഒപ്പോസ് ചെയ്യും. ഹെൻസ് എ അങ്ങനെ ഹോൾ മൂവിങ് സിസ്റ്റത്തിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യും. എൻ്റെ പിസ്റ്റൺ മൂവ്സ് ഔട്ട്, പിസ്റ്റൺ പുറത്തേക്ക് നീങ്ങുമ്പോൾ എന്താകും, പ്രഷർ ഫാൾസ് ഡൗൺ ആകും, പ്രഷർ ഓപ്പൺ സൈഡിലായിരിക്കും കൂടുതൽ, ക്ലോസ് സൈഡിൽ കുറയും. അതിങ്ങനെ മാറിയല്ലോ, ഗ്രേറ്റർ ദാൻ ദ അതർ സൈഡ്, ദസ് ദർ ഇസ് എ ഗെയിൻ ആൻഡ് ഒപ്പോസിഷൻ. അപ്പോഴും എന്താ നോക്കി, ഇത് ഇങ്ങോട്ട് പോകുമ്പം ഇവിടെ പ്രഷർ വരുന്നു, അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നതിനാണ് അത് ഒപ്പോസ് ചെയ്യുന്നത് അല്ലേ, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതിന് ഒപ്പോസ് ചെയ്യും, തിരിച്ച് അങ്ങോട്ടേക്കാണെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യും, ആ ഒരു രീതിയിൽ. അടുത്തത് രണ്ടാമത്തെ മെത്തേഡാണ് ഡാമ്പിങ്ങിൻ്റെ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്. ദിസ് ഫോം ഓഫ് ഡാമ്പിങ് ഈസ് സിമിലർ ടു എയർ ഫ്രിക്ഷൻ. എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് തന്നെയാണ്, സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. എയറിന് പകരം ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഓയിൽ ഈസ് യൂസ് ഇൻ പ്ലേസ് ഓഫ് എയർ ആസ് ദ വിസ്കോസിറ്റി ഓഫ് ദ ഓയിൽ. വിസ്കോസിറ്റി ഓയിലിൻ്റെ എങ്ങനെയാണ്, ഹയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാമ്പിങ് ഫോഴ്സും ഹയർ ആയിരിക്കും. ഡിസ്ക് അറ്റാച്ച് ടു ദ മൂവിങ് സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ്. ആ മൂവിങ് സിസ്റ്റത്തിൻ്റെ ആ ഡിസ്ക് എങ്ങനെ കംപ്ലീറ്റ്ലി എവിടെ, ഒരു ഓയിലിൽ സബ്മേർജ്ഡ് ആണ്. When the moving system moves, the disc moves in oil and a friction drag is produced. This always opposes ആ എന്താണ് ഫ്ലൂയിഡിൻ്റെ ആ ഒരു വിസ്കോസിറ്റി എന്തിനെ ഒപ്പോസ് ചെയ്യും, ആ പോയിൻറ്ററിൻ്റെ ഡാമ്പിങ്ങിനെ കൺട്രോൾ ചെയ്യും. ഇതാണ് കണ്ടോ, ഡിസ്ക് കംപ്ലീറ്റ് ആയിട്ട് എന്തിൽ സബ്മേർജ്ഡ് ആണ്, ഓയിലിൽ സബ്മേർജ്ഡ് ആണ്. അപ്പോൾ ഇതേപോലെ മൂവ് ചെയ്യുമ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ ഫ്രിക്ഷനാണ് അതിനെ ഒപ്പോസ് ചെയ്യുന്നത്. അടുത്തത് എഡ്ഡി കറണ്ട് ഡാമ്പിങ്. ഇത് യൂസ് ചെയ്യുന്നത് PMMCയിലാണ്. പിന്നെ കണ്ടക്ടർ മൂവ്സ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ എന്താകും, അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇഫ് അതൊരു ക്ലോസ്ഡ് പാത്ത് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ EMF കാരണം അവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അതിനാണ് എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത്. ദിസ് കറണ്ട് ഇൻട്രാക്ട് വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ്. ആ കറണ്ട് എന്ത് ചെയ്യും, ആ മാഗ്നറ്റിക് ഫീൽഡായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ആ ടോർക്കാണ് എന്താ ഡാമ്പിങ് ടോർക്ക്. ദിസ് ടോർക്ക് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ട്രെങ്ത് ഓഫ് ദ. അപ്പോൾ ആ ടോർക്ക് എന്തിനൊക്കെയാണ് പ്രൊപ്പോർഷണൽ, ആ കറൻറ്റും ആ മാഗ്നറ്റിക് ഫീൽഡിനാണ്. ദിസ് ടോർക്ക് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് കറണ്ട് പ്രൊഡ്യൂസ്ഡ് അല്ലേ. ആ എഡ്ഡി കറണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ മാഗ്നറ്റിക് ഫീൽഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദ കറണ്ട് ഇസ് പ്രൊപ്പോർഷണൽ ടു EMF വിച്ച് ഇൻ ടേൺ പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഓഫ് ദ. ആ കറണ്ട് ഉണ്ടാവുന്നുണ്ടല്ലോ, ആ കറണ്ട് എങ്ങനെയാണ് കറണ്ട് ഉണ്ടാവുന്നത്, വോൾട്ടേജ് കാരണമാണ് അവിടെ കറണ്ട് ഉണ്ടായത് അല്ലേ. ഒരു ക്ലോസ്ഡ് പാത്ത് പ്രൊവൈഡ് ചെയ്തപ്പോഴാണ് കറണ്ട് വന്നത്. അപ്പോൾ ആ വോൾട്ടേജ് എങ്ങനെയാണ് വന്നത്, ഒരു കണ്ടക്ടർ മൂവ് ചെയ്തപ്പോഴാണ്. അപ്പോൾ ആ കണ്ടക്ടർ മൂവ് ചെയ്യാനുള്ള കാരണം എന്താ, ഈ എന്താണ് മൂവിങ് സിസ്റ്റം, പോയിൻ്ററിൻ്റെ മൂവിങ് ആണ് ആ ഡാമ്പിങ് വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു പോയിൻ്റർ മൂവ് ചെയ്യുന്നു, പോയിൻ്റർ മൂവ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് കണ്ടക്ടർ മൂവ് ചെയ്യാണ്. ഇതുപോലെ ആയിരിക്കും, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യണ പോലെ ആയിരിക്കും ആ പോയിൻ്റർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഒരു EMF ഉണ്ടാവും അല്ലേ. മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഉണ്ടാവും. അതൊരു ക്ലോസ്ഡ് പാത്ത് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവിടെ ഒരു കറണ്ട്, എഡ്ഡി കറണ്ട് ഫ്ലോ ചെയ്യും. ആ എഡ്ഡി കറണ്ട് ഈ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് തന്നെ ഇൻട്രാക്ട് ചെയ്തിട്ടാണ് ഡാമ്പിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ആ ടോർക്ക്, ആ ഡാമ്പിങ് ടോർക്ക് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ മാഗ്നറ്റിക് ഫീൽഡിനെയും ആ കറണ്ടിനെ ആയിരിക്കും. ആ കറണ്ട് എന്തുകൊണ്ടാണ് വരുന്നത്, വോൾട്ടേജ് കാരണം. വോൾട്ടേജ് എന്തുകൊണ്ടാണ്, കണ്ടക്ടർ മൂവ് ചെയ്തുകൊണ്ട്. കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് എന്താണ്, പോയിൻ്ററിൻ്റെ ആ മൂവ്മെൻ്റ് ആണ്. അതായത് വെലോസിറ്റി ഓഫ് ദ കണ്ടക്ടറാണ്. ദസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് ആ ടോർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ടോർക്ക് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി ഓഫ് കണ്ടക്ടർ. ഏതെങ്കിലും രണ്ട് കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൽ ഒരെണ്ണം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മറ്റേ. ഇപ്പോൾ PMMCയിൽ എങ്ങനെയാണ് പെർമനൻറ്റ് മാഗ്നറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, അവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ വരക്കേണ്ടത്. കണ്ടക്ടർ മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു ഫിഗറാണ്, അല്ലാതെ നമുക്ക് എഡ്ഡി കറണ്ടും ടോർക്കും ജസ്റ്റ് ഈ ഒരു ഡയറക്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, 12th ക്വസ്റ്റ്യനിലെ B പാർട്ടാണ്. എക്സ്പ്ലെയിൻ ഹൗ ദ റേഞ്ച് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ഇൻ PMMC, അമ്മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ. അപ്പം 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്ക് വീതമായിരിക്കും ഡിവിഷൻ. അമ്മീറ്ററിന് 4ഉം വോൾട്ട് മീറ്ററിന് 4ഉം ആയിരിക്കും. അതിൽ ആ RSHൻ്റെ RMൻ്റെയും വാല്യൂ ഡിറൈവ് ചെയ്യുന്നതിൽ 2 മാർക്സ് വീതം, പിന്നെ ആ ഫിഗറെല്ലാം. അപ്പോൾ 4 മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
ബാക്കി 4 മാർക്ക് തിയറിക്കായിരിക്കും. Ammeter shunt. The basic movement of a DC ammeter is a PMMC diagonal galvanometer. The coil winding is a basic movement is small, light and can carry very small current. അതിൻ്റെ ബൾക്ക്നെസ്സും എല്ലാം കാരണം കൊണ്ട് 100 മില്ലി ആംപിയർ വരെയാണ് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളത്. The construction of an accurate instrument with a moving coil can carry a current ഗ്രേറ്റർ ദാൻ 100 മില്ലി ആംപിയർ. 100 മില്ലി ആംപിയറിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു കറൻറ്റ് ആ കോയിൽ ക്യാരി ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കബിൾ ഓവിങ് ടു ദ ബൾക്ക് ആൻഡ് വെയിറ്റ് ഓഫ് ദ കോയിൽ ദാറ്റ് വുഡ് ബി റിക്വയർഡ്. അപ്പോൾ അതിൻ്റെ ബൾക്ക്നെസ് കാരണം 100 മില്ലി ആംപിയർ ആണ് മാക്സിമം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. സോ വെൻ ഹെവി കറൻറ്റ് ഹാവ് ടു ബി മെഷേർഡ്, ഹെവി കറണ്ട് മെഷർ ചെയ്യണമെങ്കിൽ മേജർ പാർട്ട് ഓഫ് ദ കറണ്ട് എന്ത് ചെയ്യും, ഒരു ലോ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഷണ്ടിലൂടെ ബൈപ്പാസ് ചെയ്ത് കൊടുക്കുകയാണ്. RM ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്, RSH ഷണ്ട് റെസിസ്റ്റൻസ്, ഫുൾ സ്കെയിൽ കറണ്ട്, ഷണ്ട് കറണ്ട്, ഇതാണ് കറണ്ട് ടു ബി മെഷേർഡ്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. സിൻസ് ഷണ്ട് റെസിസ്റ്റൻസ് ഇസ് എ പാരൽ വിത്ത് മീറ്റർ മൂവ്മെൻറ്റ്. ഇതാണ് മീറ്റർ, നമ്മുടെ അമ്മീറ്റർ. ആ അമ്മീറ്ററിന് പാരലായിട്ട് എന്ത് ചെയ്യും, ഒരു ഷണ്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ, അപ്പം ഇതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു വോൾട്ടേജ് ഇസിക്കൽ ടു കറണ്ട് റെസിസ്റ്റൻസ് ആ ഒരു ഇക്വേഷൻ ചെയ്താൽ മതി. ഞാൻ ഇവിടെ അത് ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. I ഇൻറ്റു RSH, ISH ഇൻറ്റു RSH കേട്ടോ. ഷണ്ടിലൂടെ പോകുന്ന കറണ്ട് ISH ഇൻറ്റു RSH എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ IM ഇൻറ്റു RM ആണ് അല്ലേ. ഈ വോൾട്ടേജ് തന്നെയായിരിക്കും അവിടുത്തെ മീറ്ററിലുള്ള വോൾട്ടേജ്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്, RSHൻ്റെ ടേംസിലെടുക്കുമ്പം IM/RM ബൈ ISH എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ISH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I-IM നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഈ ISH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I കറണ്ട് ഫ്ലോ ചെയ്തിട്ട് ISHും IM ഉണ്ട്. അപ്പോൾ I ഇസ് ഇക്വൽ ടു ISH പ്ലസ് IM ആണ്. സോ ISH ഇസ് ഇക്വൽ ടു I മൈനസ് IM. I minus IM into RSH is equal to IM into RM. നമുക്ക് RSH ഷണ്ടിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത് അല്ലേ. RSH is equal to RM. ഇവിടെ ഈ IM കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം I/IM -1. ഈ IM കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ I/IM -1 ഇൻറ്റു RSH ഇസ് ഇക്വൽ ടു RM. സോ RSH ഇസ് ഇക്വൽ ടു RM ബൈ M -1 വേർ M ഈസ് I/IM. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഏത് കറണ്ടിലേക്കാണ് മെഷർ ചെയ്യേണ്ടത്. IM എന്താണ്, IM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോസിബിൾ ആയിട്ടുള്ള കറണ്ട് -1, അതാണ് M -1. RM എന്താണ്, മീറ്ററിൻ്റെ റെസിസ്റ്റൻസ്. But ISH is equal to I minus IM. Therefore, we can write RSH in the equation എഴുതാണ് IM/RM by I minus IM. I/IM-ൻ്റെ ആ ഒരു ഇക്വേഷനിലെ രീതിയിലാക്കി നമ്മൾ സോൾവ് ചെയ്ത്, ഇത് വേറെ രീതിയിലാണ് സോൾവ് ചെയ്തേക്കുന്നതെന്നുള്ളത് ഞാൻ എടുത്ത ആ സ്റ്റെപ്പ് എടുത്താലും മതി. The ratio of total current to the current in the movement is called the multiplying factor. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, I/, ഇതിൻ്റെ പ്രോബ്ലവും വരാറുണ്ട്, I/IM. വേറെ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടോട്ടൽ കറണ്ട്, ഏത് കറണ്ടാണ് മെഷർ ചെയ്യേണ്ടത് ആ ഹയർ സ്കെയിലുള്ളത്, ബൈ IM, കറണ്ട് ഇൻ ദ മീറ്റർ മൂവ്മെൻറ്റ്. മീറ്ററിൽ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഏതാണ്, I/IM. അപ്പം RSH ഇസ് ഇക്വൽ ടു RM, മീറ്റർ റെസിസ്റ്റൻസ് ബൈ M-1. അപ്പം അതാണ് അതിൻ്റെ ഇക്വേഷൻ. അതുകൊണ്ട് അത് തീർന്നു. അപ്പോൾ ഷണ്ട് കഴിഞ്ഞു. ഇനി വോൾട്ട് മീറ്ററിൻ്റെ മൾട്ടിപ്ലയർ ആണ്. A diagonal basic meter is converted into voltmeter by connecting a series resistance. വോൾട്ട്മീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം, സീരീസ് റെസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പെല്ലിംഗ് തെറ്റിയാണ്. This series resistance is called multiplier. The combination of meter movement and multiplier is put across a circuit whose voltage, ഏത് വോൾട്ടേജ് ആണ് മെഷർ ചെയ്യേണ്ടത് അവിടെ ആ മീറ്ററും ആ മൾട്ടിപ്ലയറും കൂടി സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അക്രോസ് കണക്ട് ചെയ്യണം.
The multiplier limit the current through the meter so that it does not exceed the value of our full scale. ആ മീറ്ററിലൂടെയുള്ള കറണ്ടിനെ ലിമിറ്റ് ചെയ്യുന്നത് ഏതാണ്? ഈ മൾട്ടിപ്ലയർ ആണ്. Thus prevent the meter from being damaged. മീറ്റർ ഡാമേജ് ആവുന്നതിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതും ആ ടേംസ് ആണ്. RM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ RSH ആണ് പറഞ്ഞെങ്കിൽ ഇവിടെ RS എന്നാണ് പറഞ്ഞിരിക്കുന്നത്. RS എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് ആണ്. RM പറയാത്ത മൾട്ടിപ്ലയറിന് RM ഓൾറെഡി മീറ്റർ റെസിസ്റ്റൻസ് പറയുന്നത് കൊണ്ടാണ് കേട്ടോ. ഫുൾ സ്കെയിൽ വോൾട്ടേജ് റേഞ്ച് ഇത് കണ്ടോ, 2 വോൾട്ടേജ് ക്യാപിറ്റൽ വി ഉണ്ട്, സ്മോൾ വി ഉണ്ട്. ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ റേഞ്ച് വോൾട്ടേജ്, ഏത് വോൾട്ടേജ് ആണോ മെഷർ ചെയ്യേണ്ടത്. ഇതാണ് മീറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. അപ്പോൾ അടുത്തത് ക്യാപിറ്റൽ, ഇതാണ് നമ്മളുടെ മീറ്റർ. RM ഉണ്ട്, മീറ്റർ റെസിസ്റ്റൻസ്, കറണ്ട് IM, അത് തന്നെയാണ് സീരീസ് മൾട്ടിപ്ലയറിലും പോകുന്നത്. മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് RS ആണ്. ഇതാണ് സ്മോൾ വോൾട്ടേജ് V, ഇത് ക്യാപിറ്റൽ V നമുക്ക് മെഷർ ചെയ്യേണ്ടത്. ഇത് മീറ്റർ തരുന്ന മാക്സിമം വോൾട്ടേജ്. ഇതാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ്. അപ്പോൾ ക്യാപിറ്റൽ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IM ഇൻറ്റു ഏതൊക്കെ റെസിസ്റ്റൻസ് ആണ്? RM പ്ലസ് RS. അപ്പം നമുക്ക് RS ആണ് വേണ്ടത് അല്ലേ? മൾട്ടിപ്ലയർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പോൾ RS കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? V മൈനസ് IM/RM ബൈ IM അല്ലേ? എന്ത് ചെയ്യണം? ക്യാപിറ്റൽ V ഈസ് ഈക്വൽ ടു IM/RM പ്ലസ് IM ഇൻറ്റു RS. നമുക്ക് RS ആണ് വേണ്ടത്. V മൈനസ് IM/RM ബൈ IM. അപ്പം ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ V ബൈ IM മൈനസ് RM, V ബൈ IM മൈനസ് RM. എന്താണ്? വി ക്യാൻ ഓൾസോ എക്സ്പ്രസ് ദ റിസൾട്ട് ഇൻ ടേംസ് ഓഫ് മൾട്ടിപ്ലൈയിങ് ഫാക്ടറിൻ്റെ ടേംസിലാക്കണം. മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്താണ്? നേരത്തെ ഷണ്ടിൽ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ക്യാപിറ്റൽ I ബൈ IM ആണെങ്കിൽ ഇവിടെ എങ്ങനെയാണ്? ക്യാപിറ്റൽ V ബൈ സ്മോൾ വി ആണ്. ക്യാപിറ്റൽ V ബൈ സ്മോൾ വി. ക്യാപിറ്റൽ വിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, IM ഇൻറ്റു RM പ്ലസ് RS. ഇത് RS ആണ് കേട്ടോ. ഇവിടെയോ സ്മോൾ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? IM ഇൻറ്റു RM. IM ക്യാൻസലായി. RM ബൈ RM 1 പ്ലസ് RS ബൈ RM. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഏതാണ്? RS ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ RS ഇസ് ഈക്വൽ ടു M-1 ഇസ് ഈക്വൽ ടു RS ബൈ RM. അതായത് RS ആണ് നമുക്ക് വേണ്ട. RS ഇസ് ഈക്വൽ ടു RM ഇൻറ്റു M-1. RSH ഇസ് ഈക്വൽ ടു RM ബൈ M-1 ആണെങ്കിൽ RS ഇസ് ഈക്വൽ ടു RM ഇൻറ്റു M-1. ഓക്കെ, അപ്പം ഇതോടെ നമ്മൾ മൊഡ്യൂൾ 1ൻ്റെ പാർട്ട് എയും പാർട്ട് ബിയും ഡിസ്കസ് ചെയ്തു. പാർട്ട് എയിൽ 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനും പാർട്ട് ബിയിൽ 14 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻ. അത് ഓർ ക്വസ്റ്റ്യനാണ്, ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആ തിയറി പോർഷൻ കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ഏരിയയിലുള്ള ബാക്കി ക്വസ്റ്റ്യൻ കൂടി കിട്ടാൻ വേണ്ടിയാണ് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എക്സാമിന് നിങ്ങൾ എന്തുമാത്രം എഴുതണം എന്ന് ചുരുക്കി എഴുതിയാൽ മതി. മാക്സിമം ഫിഗർ എല്ലാം, ഡയഗ്രാംസ്, അതുപോലെയുള്ള ഇക്വേഷൻസ് എല്ലാം ശ്രദ്ധിച്ച് എഴുതുക. ഓക്കെ, താങ്ക് യു.